ഈ മീറ്റിംഗിന് സ്വാഗതം പറയുന്നവരുണ്ട്. IHMA സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാറിനെ ക്ഷണിച്ചോളൂ. ഡോക്ടർ കൃഷ്ണകുമാർ. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഷമീം, നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റി ശ്രീ PK രാജു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ പരിമൾ, മറ്റ് ഇന്നിവിടെ പങ്കെടുക്കുന്ന IHMA ലീഡർമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഹോമിയോപ്പതി സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ വളരെ ആകാംക്ഷയോടെയാണ് ഈ പൊതുജനാരോഗ്യ ബില്ലിനെ കാണുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ സംഘടന ഈ പൊതുജനാരോഗ്യ ബില്ലിന് വേണ്ടിയിട്ട് അതിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു. നിരന്തരമായിട്ട് നമ്മൾ MLA മാരെ കാണുകയും മന്ത്രിമാരെ കാണുകയും മുഖ്യമന്ത്രിയെ കാണുകയും എല്ലാം. അത് സംഘടന ഒറ്റയ്ക്കും ആയുഷ് ഐക്യവേദി രൂപീകരിച്ചും ഹോമിയോപ്പതി ഫ്രട്ടേണിറ്റിയിലുള്ള മറ്റ് അസോസിയേഷനുകളിൽ ചേർത്ത് പിടിച്ച് ഹോമിയോപ്പതി കൺസോർഷ്യം രൂപീകരിച്ചതെല്ലാം നമ്മൾ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും എല്ലാം കണ്ടതിന്റെ ഫലമായിട്ട് കരട് ബില്ലിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വന്നു. പ്രത്യേകിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ പൊതുജനാരോഗ്യ സമിതി രൂപീകരിക്കുന്ന കാര്യത്തിലും. പക്ഷെ ഇപ്പോഴും നമുക്ക് ഇതിനെ സംബന്ധിച്ച കൺസേൺസ് തുടരുകയാണ്. ബില്ല് നിയമമായി നിയമസഭയിൽ വെച്ച് പാസ്സായി, ഗവർണർ ഒപ്പിട്ട് നിയമമായി അതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്ന ഘട്ടത്തിലാണ്. പക്ഷേ നമ്മുടെ കൺസേൺസ് എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള കൺസേൺ, നമുക്ക് നമ്മുടെ ആയുഷ് സെക്രട്ടറി സംസ്ഥാന തലത്തിൽ ഉള്ള ആരോഗ്യ സമിതിയിൽ ഇപ്പോഴും അംഗമല്ല. അതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽമാരും ഈ സമിതിയിൽ അംഗങ്ങളല്ല. അത് സംസ്ഥാന തലത്തിലും ഇല്ല, ജില്ലാ തലത്തിലും ഇല്ല. അതുപോലെ നമുക്ക് വേറൊരു കൺസേൺ എന്ന് പറയുന്നത്, നമ്മുടെ ഈ എപ്പിഡമിക് ഔട്ട്ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ രൂപീകരിക്കുന്ന സ്പെഷ്യലിസ്റ്റ് കമ്മിറ്റിയിൽ ആയുഷ് വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിലും നമുക്ക് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതുപോലെയുള്ള സബ് ജുഡീഷ്യൽ അധികാരത്തോടു കൂടിയുള്ള പബ്ലിക് ഹെൽത്ത് ഓഫീസർ പ്രവർത്തിക്കുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് പല സന്ദേഹങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ഡോക്ടർമാർക്ക് കൺസേൺസ് ഉണ്ട്. അപ്പൊ അത് പരിധിവരെ പരിഹരിക്കുന്നതിന് നമ്മൾ സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ PK രാജുവിന്റെ ഒരു സെമിനാർ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഫാക്കൽറ്റിയെ ഞാൻ ഹാർദമായിട്ട് ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷന്റെ പേരിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് യോഗത്തിന്റെ അധ്യക്ഷനായ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഷമീമിനെ സ്വാഗതം ചെയ്യുന്നു. ജനറൽ സെക്രട്ടറി ശ്രീ പരിമൾ ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് പങ്കെടുക്കുന്ന എല്ലാ ഡയസ് മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നോട് പങ്കെടുക്കുന്ന എല്ലാ ഡോക്ടർമാരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയും എല്ലാവർക്കും ഒരുകൂടി അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു നിർത്തുന്നു. ജയ് IHMA. താങ്ക് യു ഡോക്ടർ കൃഷ്ണകുമാർ. ജനറൽ സെക്രട്ടറി റിപ്പോർട്ടിംഗ് ഡോക്ടർ പരിമൾ ചാറ്റർജി. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഷമീം, ഇന്നത്തെ നമ്മുടെ ഫാക്കൽറ്റി ശ്രീ PK രാജു, നമ്മുടെ സംസ്ഥാന ഡയസ് അംഗങ്ങളെ, പ്രിയപ്പെട്ട ഡോക്ടർമാരെ, IHMA എന്നും ഈ പറഞ്ഞ പോലെ പൊതുജന ആരോഗ്യ നിയമവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് IHMA എന്നും ഫോർഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവിധ യോഗങ്ങളിലും നമ്മുടെ സെലക്ട് കമ്മിറ്റി അംഗങ്ങളെയും ഒക്കെ പോയി കാണുകയും വേണ്ട ചർച്ചകളൊക്കെ നമ്മൾ വേണ്ട സമയത്ത് നമ്മൾ നടത്തിയിരുന്നു. എങ്കിലും ഇന്ന് പൊതുജന ആരോഗ്യ ബില്ല് നടപ്പിലാക്കുമ്പോൾ, അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ആശങ്ക മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പൊതുജനാരോഗ്യ ബില്ലിനെ IHMA സ്വാഗതം ചെയ്യുകയും ഒപ്പം അതിനകത്ത് ഉള്ള അപാകതകൾ ദൂരീകരിച്ചുകൊണ്ട് നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റത്തെയും ഈ പറഞ്ഞ പോലെ എപ്പിഡമിക്സ് വരുമ്പോൾ എപ്പിഡമിക്സിൽ ഇതര ചികിത്സാ ശാസ്ത്ര ശാഖകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഈ പൊതുജന ആരോഗ്യ ബില്ല് നടപ്പിലാക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷനുള്ളത്. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മെമ്പർമാരുടെ ആശങ്കകൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനൊരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ ഫാക്കൽറ്റിയെ നമുക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഡോക്ടർ പരിമൾ. തുടങ്ങിക്കോളൂ. സോറി, ലേറ്റ് ആയതിൽ സോറി. കാരണം എൻ്റെ ലാപ്ടോപ്പ് പെട്ടെന്നൊരു കംപ്ലൈന്റ് ആയി. അപ്പോൾ വൈകുന്നേരമാണ്, അതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ വന്നുപോയി. നമുക്കറിയാം, നമ്മളുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2 പൊതുജനാരോഗ്യ നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് 1939 വന്ന മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട്,
ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും സമഗ്രമായിട്ടുള്ള പൊതുജനാരോഗ്യ നിയമം, ആദ്യത്തെ നിയമം എന്നറിയപ്പെടുന്നത് അതാണ്. അതിനു മുമ്പ് പൊതുജനാരോഗ്യ നിയമങ്ങൾ ഇല്ലായിരുന്നു എന്നല്ല, പഴയ കൊച്ചിൻ സ്റ്റേറ്റിലും തിരുവിതാംകൂർ സ്റ്റേറ്റിലൊക്കെ പൊതുജനാരോഗ്യ നിയമങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിനെ തുടർന്ന് നമ്മുടെ തിരുക്കൊച്ചി മേഖലയിൽ 1955 TC പബ്ലിക് ഹെൽത്ത് ആക്ട് വന്നു. ഈ രണ്ട് നിയമങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഏകീകൃത കേരളം വന്ന സമയത്ത് നമ്മൾ പുതിയ നിയമം ഉണ്ടാക്കുന്നതിന് വരെ രണ്ട് നിയമങ്ങളും അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിങ്ങനെ വർഷങ്ങളായിട്ട് ഓക്കെ, അത് വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് വരികയായിരുന്നു. അപ്പൊ എന്താണെങ്കിലും വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ഈ രണ്ട് നിയമങ്ങളും മാറ്റിയിട്ട് ഒരു യൂണിഫൈഡ് ആക്ട് കൊണ്ടുവരണം എന്നുള്ളത്. ഈ രണ്ട് നിയമങ്ങളും കൊണ്ടുവരുന്ന കാലത്തെ കേരളത്തിന്റെ ഹെൽത്ത് സിനാരിയോയിൽ വളരെ വലിയ ചേഞ്ചസ് വന്നു. കാരണം നമുക്കറിയാം, മറ്റ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കേരളത്തിൽ 3 സിസ്റ്റവും തോളോട് തോൾ ചേർന്ന് നിന്ന് നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് സിസ്റ്റത്തെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാത്രമേ പുതിയ നിയമത്തിന്റെ ഒരു നിർമ്മാണം നടക്കുകയുണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമ്മൾ 2003 ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് നടന്നു. പക്ഷെ അതൊന്ന് എങ്ങും എത്തിയില്ല. 2008 വീണ്ടും നമ്മുടെ ശ്രീമതി ടീച്ചറിന്റെ കാലത്ത് ഗവർണർ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നിയമസഭയിൽ പുതിയ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷെ അത് പുറത്തു വന്നില്ല. പിന്നീട് നമ്മുടെ ശൈലജ ടീച്ചറിന്റെ കാലത്താണ് വീണ്ടും ഇത് വന്നത്. അന്നും ഇത് നിയമസഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. എന്താണെങ്കിലും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഓർഡിനൻസിലൂടെ നിയമം നിലവിൽ വരികയാണ് ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പുതിയ പൊതുജനാരോഗ്യ നിയമത്തിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ്, അതിൽ പബ്ലിക് ഹെൽത്ത് വളരെ നിർണായകമായിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ബോർഡുകളുടെ ആ ഒരു സ്ട്രക്ചർ, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ, ഈ നിയമം പ്രധാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതിനകത്ത് ഒന്ന് നമ്മുടെ പകർച്ചവ്യാധി നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളാണ്. പകർച്ചവ്യാധി മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പിന്നീട് എല്ലാ പ്രൊവിഷൻസും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, ജസ്റ്റ് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സാറേ 2-3 സ്ലൈഡ് അങ്ങ് പൊക്കോട്ടെ താഴേക്ക്. കേരള പബ്ലിക് ഹെൽത്ത് ഓർഡിനൻസ് എന്നുള്ള ഒരു സ്ലൈഡ് വരെ, 6ാമത്തെ സ്ലൈഡിലേക്ക് പോട്ടെ. ഓക്കെ, നമുക്കറിയാം 2021 ഒരു ഓർഡിനൻസിലൂടെയാണ് ഈ പബ്ലിക് ഹെൽത്ത് ആക്ട് നിലവിൽ വന്നത്. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ടെമ്പററി ലോ ആണ്. സാധാരണ ഇതിൽ 6 മാസം വരെ കാലാവധിയുള്ള ടെമ്പററി ലോ ആണ് ഓർഡിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഓർഡിനൻസ് വന്നു കഴിഞ്ഞ് പിന്നീട് അതിന്റെ കാലാവധി തീർന്നതിനെ തുടർന്ന് വീണ്ടും വീണ്ടും പുതുക്കി ഇറക്കുകയും 4 പ്രാവശ്യം ഇത് ഓർഡിനൻസിലൂടെ തന്നെ പുതുക്കിയുണ്ടായി. അതിനിടയ്ക്ക് 2021 തന്നെ ഇത് ബില്ല് നമ്മുടെ സഭയിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ ഇതൊരു കോംപ്ലിക്കേറ്റഡ് നിയമം ആയതുകൊണ്ട് വിവിധ സെക്ടറുകളുമായിട്ട് കൂടുതൽ ചർച്ചകളും അഭിപ്രായ വോട്ടെടുപ്പൊക്കെ നടത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെ ആ നിയമം സെലക്ട് കമ്മിറ്റിക്ക് വിടുകയാണ് ഉണ്ടായത്. സെലക്ട് കമ്മിറ്റി കോഴിക്കോട്, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം 4 സ്ഥലത്ത് സിറ്റിംഗ് നടത്തി വിവിധ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും വിവിധ തലത്തിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു. നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ആദ്യമേ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ പല സംഘടനകളും ഇതിനകത്ത് വളരെ ശക്തമായിട്ട് ഇടപെടുകയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഓർഡിനൻസിലുണ്ടായിരുന്ന പല തെറ്റുകളും തിരുത്തുകയും അതിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ വരികയും ചെയ്തു. പക്ഷെ എങ്കിലും ചില മാറ്റങ്ങൾ ഞാനും അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. ചില മാറ്റങ്ങൾ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ആക്ട് എന്ന് പറഞ്ഞാൽ നിയമസഭ പാസ്സാക്കി ഇംപ്ലിമെന്റ് ചെയ്തെങ്കിൽ പോലും നമുക്ക് എപ്പോ വേണമെങ്കിലും അമെന്റ്മെന്റ്സ് കൊണ്ടുവരാവുന്നതാണ്. നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമവും മുനിസിപ്പൽ നിയമവും ഒക്കെ എത്രയോ പ്രാവശ്യം അമെന്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇനിയും നമുക്ക് നല്ല രീതിയിലുള്ള അമെന്റ്മെന്റ്സ് കൊണ്ടുവന്ന് ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മുടെ കേരളത്തെ ലോകത്തിന്റെ ആരോഗ്യ മാതൃകയായിട്ട് ഉയർത്തിപ്പിടിക്കാനായിട്ട് നമുക്ക് വീണ്ടും കഴിയണം. അതിന് സംഘടനയും കൂടെ ശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണുള്ളത്. എന്തായാലും 4 പ്രാവശ്യം ഇത് പുതുക്കി ഇറക്കി. അതിനിടയ്ക്ക് 2023 നമ്മുടെ നിയമസഭ ബില്ല് ചർച്ച ചെയ്ത് പാസ്സാക്കി. പക്ഷെ 2003 ജനുവരി 16 ഇത് പാസ്സാക്കിയെങ്കിൽ പോലും ഗവർണറിന്റെ അസന്റ് കിട്ടാനായിട്ട് വൈകുകയും നവംബർ 28 കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചതിന് ശേഷമാണ്. കാരണം ബില്ലുകൾ അനാവശ്യമായിട്ട് പിടിച്ചു വെക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് പോയതിനെ തുടർന്നാണ് ഈ പബ്ലിക് ഹെൽത്ത് ബില്ലിൽ ഒപ്പുവെക്കുകയും അങ്ങനെ ഗസറ്റ് നോട്ടിഫിക്കേഷനായിട്ട് നവംബർ മാസം 28 ഗസറ്റ് നോട്ടിഫിക്കേഷനായിട്ട് നിയമം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത്. ഈ നിയമത്തിന്റെ പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്,
നമ്മളുടെ ഈ നിയമത്തിന്റെ ഉദ്ദേശശുദ്ധി തന്നെ കേരള സംസ്ഥാനത്ത് ഈ പൊതുജനാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു യൂണിഫൈഡ് ആക്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ളൊരു നിയമം എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ നിയമത്തിന്റെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നോക്കാം. സാർ നെക്സ്റ്റ് സ്ലൈഡ്. സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്യോ? ഓക്കെ, നെക്സ്റ്റ്. ഇത് ഞാൻ പറഞ്ഞു, പ്രിയാമ്പിൾ പറഞ്ഞു. അടുത്ത നമ്മളുടെ ഈ നിയമത്തില് 12 അധ്യായങ്ങളിലായിട്ട് 82ഓളം വകുപ്പുകളാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഓർഡിനൻസിൽ അത് 83 വകുപ്പുകൾ ഉണ്ടായിരുന്നു. ഇത്തവണത്തിൽ വന്നു കഴിഞ്ഞത്തേക്കും ഒരു വകുപ്പ് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 82 വകുപ്പുകളാണുള്ളത്. നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. അതില് ചാപ്റ്റർ 1 പറഞ്ഞിരിക്കുന്നത് അതിന്റെ ചാപ്റ്റേഴ്സ് വഴി നമുക്ക് നോക്കാം. ഒന്നാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രിലിമിനറി ആണ്. പ്രിലിമിനറിക്കകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്ന പബ്ലിക് ഹെൽത്ത് ബോർഡുകളും പബ്ലിക് ഹെൽത്ത് ഓഫീസേഴ്സും അവരുടെ അധികാരങ്ങളുമാണ്. മൂന്നാമത്തേത് വാട്ടർ ഫോർ ഹ്യൂമൻ യൂസ് എന്നുള്ള ഒരു അധ്യായമാണ്. നാലാമത്തേത് ശുചിത്വ നിലവാരമായിട്ട് ബന്ധപ്പെട്ട മേഖലകളാണ്. അഞ്ചാമത്തേത് ന്യൂയിസൻസ് അബേറ്റ് ചെയ്യുന്നതുമായിട്ട് പബ്ലിക് ന്യൂയിസൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അധ്യായമാണ്. ആറാമത്തെ റീപ്രൊഡക്റ്റീവ്, മെറ്റേണൽ, നിയോനെറ്റൽ, ചൈൽഡ് ആൻഡ് അഡോളസന്റ് ഹെൽത്ത് എന്നുള്ള ഒരു മേഖലയാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഏഴാമത്തേത് നമ്മുടെ കമ്മ്യൂണിക്കൽ ഡിസീസ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എട്ടാമത്തേത് വെക്ടർ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. ഒമ്പതാമത്തേത് പ്രേയേഴ്സ് ആൻഡ് ഫെസ്റ്റിവൽസും കമ്മ്യൂണിറ്റി ഗാദറിങ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അധ്യായമാണ്. 10 നമ്മളുടെ മേഖലകളാണ്. അവർക്കുള്ള പ്രോഗ്രാംസ്, അവർക്കുള്ള പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങളാണ്. 11ാമത്തെ NCD ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നോൺ കമ്മ്യൂണിക്കൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട്. 12ാമത്തെ അതിന്റെ മിസലേനിയസ് ചാപ്റ്റർ ആണ്. ഇനി നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് നമുക്കൊന്ന് നോക്കാം. ചാപ്റ്റർ 1 പറഞ്ഞിരിക്കുന്നത് അതിന്റെ പ്രിലിമിനറിയാണ്. പ്രിലിമിനറിയിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഒന്ന് ഈ ആക്ടിന്റെ അധികാരപരിധിയാണ്, അതിന്റെ എക്സ്റ്റന്റ് ആണ്. കേരളത്തിന് മുഴുവനായിട്ടും ഈ ആക്ടിന് അധികാരപരിധിയുണ്ട്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഈ ആക്ടിന്റെ പേരാണ്. ഈ ആക്ട് അറിയപ്പെടുന്നത് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് 2023 എന്നാണ് അറിയപ്പെടുന്നത്. 3 എന്നാണ് നിലവിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നിയമസഭ ഈ ആക്ട് പാസ്സാക്കിയ 16/1/2023 മുതൽ ഈ ആക്ടിലെ 3 വകുപ്പുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ പീനൽ പ്രൊവിഷൻസും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. ആ 3 വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ അത് ഇംപ്രിസൺമെന്റ് കിട്ടുന്ന 3 വകുപ്പുകളാണ്. അത് പിന്നീട് നമ്മൾ ഏതൊക്കെയാണ് വകുപ്പുകൾ എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. അടുത്തത് ഇതിന്റെ ഡെഫിനീഷൻ പാർട്ടാണ് ഇതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡെഫിനേഷനിലേക്ക് കിടക്കാം. അടുത്ത ഇപ്പൊ ഡെഫിനേഷനിൽ നമ്മുടെ ഓർഡിനൻസിനകത്ത് ചില ആശയക്കുഴപ്പമുള്ളതിനകത്ത് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്ന ഒരു ഡെഫിനേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ളതാണ്. അന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ വിവിധ സംഘടനകൾ ഏറ്റവും കൂടുതലും ആക്ഷേപം ഉന്നയിച്ച് ഇതിനെതിരെയായിരുന്നു. നമ്മുടെ ഓർഡിനൻസിൽ പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ മീൻസ് ദ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പൊ അങ്ങനെയാണ് നേരിട്ട് മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും പഞ്ചായത്തിന്റെ ആണോ, ട്രാൻസ്ഫേർഡ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആണോ, ഇങ്ങനത്തെ ഒരു വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. എന്തായാലും ആ കൺഫ്യൂഷനൊക്കെ മാറ്റി പുതിയ നമ്മുടെ ആക്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആകാം, ട്രാൻസ്ഫേർഡ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആകാം, ഇനി അതല്ല മെഡിക്കൽ കോളേജുകളുടെ കീഴിൽ വരുന്ന ഹൗസ് കീപ്പിംഗിന്റെ ആകാം, ഏതെങ്കിലും സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ഡെപ്യൂട്ടി ചെയ്യുന്നത്, ഇപ്പൊ ശബരിമല പോലെയോ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം പോലെയോ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായിട്ട് ഡെപ്യൂട്ടി ആണെങ്കിൽ അവരുടെ ഒരു പ്രത്യേക ജൂറിസ്ഡിക്ഷൻ ഏരിയ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും അവർക്ക് അധികാരം ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് പുതിയ ഡെഫിനിഷനിലേക്ക് വന്നു. ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്നുള്ളത് ഒരു പുതിയ തസ്തികയായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പബ്ലിക് ഹെൽത്ത് അതോറിറ്റികളായിരുന്നു, ലോക്കൽ, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് അതോറിറ്റി എന്നുള്ളതായിരുന്നു. അതോറിറ്റി എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പൊ അതോറിറ്റി എന്നുള്ളത് നമുക്ക് കമ്മിറ്റികൾ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരാക്കി. ഇപ്പൊ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറയുന്നത് ഈ ആക്ട് അനുസരിച്ച് നിലവിൽ വരുന്ന ലോക്കൽ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസർ, അതായത് നമ്മുടെ PSC മെഡിക്കൽ ഓഫീസറാണ് ഇതിനകത്ത് വരുന്നത്. ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ലെവലിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസർ, അതായത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഓഫ് ഹെൽത്ത് ആണ്. സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്ന മെഡിക്കൽ ഓഫീസർ, അതായത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആണ് ഇതിന്റെ പബ്ലിക് ഹെൽത്ത് ഓഫീസർമാരായിട്ട് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ബോർഡാണ്. സ്ലൈഡ്. കഴിഞ്ഞ ഓർഡിനൻസിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം വന്നിരുന്നത് ഈ നിയമം ചില ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമായ നിയമമായിരുന്നു എന്നുള്ളതാണ് ഓർഡിനൻസിൽ. കാരണം നിയമത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനോ അതിനെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാനോ പറ്റാത്ത രീതിയിലുള്ള
നിയമങ്ങളായിരുന്നു അതിനകത്ത് ആ ഡ്രാഫ്റ്റിൽ വന്നിരുന്നത്. അതിനൊരു വലിയ ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് പബ്ലിക് ഹെൽത്ത് ബോർഡുകൾ വന്നിരിക്കുന്നത്. 3 രീതിയിലുള്ള പബ്ലിക് ഹെൽത്ത് ബോർഡുകൾ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബോർഡ്, ഡിസ്ട്രിക്ട് ബോർഡ്, ലോക്കൽ ബോർഡ്. ഈ ബോർഡുകൾക്ക് വലിയ റോളുണ്ട്. ഈ ആക്ടിന്റെ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനങ്ങളെല്ലാം ബോർഡിൽ നിക്ഷിപ്തമാണ്. അതിൽ ഡിസ്ട്രിക്ട് ബോർഡും സ്റ്റേറ്റ് ബോർഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പീൽ കമ്മിറ്റി കൂടിയാണ്. അതേസമയം താഴെ തലത്തിൽ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ബോർഡിന് അപ്പീൽ കേൾക്കാനായിട്ടുള്ള അധികാരമില്ല. പക്ഷെ ജില്ല, സ്റ്റേറ്റ് അപ്പീൽ കമ്മിറ്റിയിലൂടെയാണ് ഇത് അപ്പീൽ കേൾക്കാനുള്ള അധികാരമുള്ള ഇതുകൂടെയാണ്. നമുക്ക് ഈ ബോർഡിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് പബ്ലിക് ഹെൽത്ത് ബോർഡ് സ്റ്റേറ്റ് നോക്കാം. സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ബോർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഹെൽത്ത് മിനിസ്റ്റർ ആണ്. അതിന്റെ കോ ചെയർമാൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ആദ്യം നമ്മളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിപ്പോ ഡയറക്ടർമാർ വന്നിട്ടുണ്ട്. പക്ഷെ ആയുഷ് സെക്രട്ടറിയും കൂടെ ഉൾപ്പെടുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. കാരണം 3 സിസ്റ്റത്തെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പക്ഷെ അതിന് അമെന്റ്മെന്റ് വേണം. അപ്പൊ അമെന്റ്മെന്റിനായിട്ട് സംഘടന ശ്രമിക്കണം എന്നാണ് എനിക്കുള്ളൊരു അഭ്യർത്ഥന. ഇതിന്റെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ളത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആണ്. ഇതിന്റെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, ഡയറക്ടർ ഹോമിയോ ഉണ്ട്, ഡയറക്ടർ ISM ഉണ്ട്, ഡയറക്ടർ അഗ്രികൾച്ചർ ഉണ്ട്, ഡയറക്ടർ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡയറക്ടർ ഫിഷറീസ് ഉണ്ട്, ഡയറക്ടർ ഡയറി ഡെവലപ്മെന്റ് ഉണ്ട്, അതുപോലെ കമ്മീഷൻ ഫുഡ് സേഫ്റ്റി ഉണ്ട്. ഒരാളെ വിട്ടുപോയി എന്റെ സൈഡിനകത്ത്, പ്രിൻസിപ്പൽ ഡയറക്ടർ LSCD. ഇപ്പൊ നമുക്കറിയാം നേരത്തെ പഞ്ചായത്ത് അതുപോലെ മുനിസിപ്പാലിറ്റിക്കൊക്കെ സെപ്പറേറ്റ് ഡയറക്ടർമാരായിരുന്നു. ഇപ്പം അത് ഇന്റഗ്രേറ്റ് ചെയ്ത് ലോക്കൽ സെൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആയി. അപ്പൊ അതിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറും ഇതിനകത്ത് അംഗമാണ്. അത് ഞാൻ ടൈപ്പ് ചെയ്തതിനകത്ത് വിട്ടുപോയതാണ്. ഇനി ഡിസ്ട്രിക്ട് ബോർഡിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഡിസ്ട്രിക്ട് ബോർഡിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതിന്റെ ചെയർമാൻ ആയിട്ടുള്ളത്. ഡിസ്ട്രിക്ട് കളക്ടറാണ് അതിന്റെ വൈസ് ചെയർപേഴ്സൺ. DMO ഹെൽത്ത് ആണ് മെമ്പർ സെക്രട്ടറി. DMO ഹോമിയോ ആൻഡ് DMO ISM. പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ, ഡിസ്ട്രിക്ട് ഓഫീസർ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്, ഫിഷറീസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ, ഡയറി ഡെവലപ്മെന്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് കമ്മീഷണർ ഫുഡ് സേഫ്റ്റി, ജോയിന്റ് ഡയറക്ടർ LSCD. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ വരുന്ന സ്ഥലത്ത് അവിടുത്തെ പ്രിൻസിപ്പൽമാര്. ഇവിടെയും ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഹോമിയോയോ ആയുർവേദ മെഡിക്കൽ കോളേജുകളോ വരുന്ന സ്ഥലത്ത് അവിടുത്തെ പ്രിൻസിപ്പൽമാരെയും കൂടെ ശരിക്കും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ അതൊരു അമെന്റ്മെന്റിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കേണ്ടി വരും. അടുത്ത ലോക്കൽ പബ്ലിക് ഹെൽത്ത് ബോർഡാണ്. ലോക്കൽ പബ്ലിക് ഹെൽത്ത് ബോർഡിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് മുനിസിപ്പൽ ഏരിയയിലും പഞ്ചായത്ത് ഏരിയയിലും വ്യത്യാസമുണ്ട്. കോർപ്പറേഷനിലെ മുനിസിപ്പൽ ഏരിയയിലാണെങ്കിൽ മേയർ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ ആണ് അതിന്റെ ഹെഡായിട്ട് വരുന്നത്. പഞ്ചായത്തിലാകുമ്പോഴത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ പഞ്ചായത്ത് ഏരിയയിൽ ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ മുനിസിപ്പൽ ഏരിയയിൽ ഓരോ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനും സെപ്പറേറ്റ് ബോർഡുകൾ വേണ്ടി വരും. അപ്പൊ പഞ്ചായത്തിൽ ഇപ്പോൾ ഒന്നിലധികം ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്ന ഒരു പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന് കൈമാറപ്പെട്ട സ്ഥാപനങ്ങളാണ് എല്ലാമെങ്കിലും അവിടുത്തെ ആരാണ് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ വർക്ക് ചെയ്യുന്നത്, ആ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഹെഡായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അതിന്റെ കൺട്രോളിംഗ് ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാവരും അതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. മുനിസിപ്പൽ ഏരിയയിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏരിയയിൽ ഓരോ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനും സെപ്പറേറ്റ് ബോർഡുകൾ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഹോമിയോയുടെയും ആയുർവേദത്തിന്റെയൊക്കെ ഡോക്ടേഴ്സ് അപ്പൊ ഒന്നിലധികം കമ്മിറ്റിയിൽ മെമ്പർമാരായിട്ട് വരും മുനിസിപ്പൽ ഏരിയയിൽ. കാരണം സ്ഥാപനങ്ങൾ കുറവാണെങ്കിൽ ഒന്നിലധികം കമ്മിറ്റിയിൽ വരും. പഞ്ചായത്തിലാണ് ഒരു കമ്മിറ്റി മാത്രമേ വരുന്നുള്ളൂ. അതിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോ ആൻഡ് ISM മെഡിക്കൽ ഓഫീസേഴ്സ്, അഗ്രികൾച്ചർ ഓഫീസർ, അതുപോലെ മൃഗ ഡോക്ടർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ, ലോക്കൽ ബോഡിയുടെ സെക്രട്ടറി, ഇത്രയും ആൾക്കാർ മാത്രമേ അംഗങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ലോക്കൽ ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ലോക്കൽ പബ്ലിക് ഹെൽത്ത് ബോർഡിൽ വരുമ്പോഴത്തേക്കും അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം അർബൻ ഏരിയയിൽ നമ്മൾ പറഞ്ഞു ഓരോ ഏരിയയിലും സെപ്പറേറ്റ് ബോർഡ് വേണമെന്ന് പറഞ്ഞു ഓരോ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനും. അവിടെ ഇനി ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത കവർ ചെയ്യാത്ത ഏതെങ്കിലും ഏരിയ ഒരു ജില്ലയിൽ ഒരു കോർപ്പറേഷൻ ഏരിയയിലോ മുനിസിപ്പൽ ഏരിയയിലോ ഉണ്ടെങ്കിൽ അത്തരം സ്ഥലത്തേക്ക് ജില്ലയിൽ നിന്ന് ഒരു ഡെപ്യൂട്ടി DMO ഓതറൈസ് ചെയ്യുകയും അവരായിരിക്കും അവിടുത്തെ ഈ ബോർഡിന്റെ മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത്. ഇതാണ് 3 തലത്തിലുള്ള പബ്ലിക് ഹെൽത്ത് ബോർഡുകൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പബ്ലിക് ഹെൽത്ത് ഓഫീസേഴ്സ് ആയിരിക്കും നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറയുന്നത് സ്ലൈഡ് ചേഞ്ച് ഓക്കെ. പബ്ലിക് ഹെൽത്ത് ഓഫീസർ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ലോക്കൽ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഹെൽത്ത്, മെഡിക്കൽ ഓഫീസർ, അത് ഏതാണോ പബ്ലിക് ഹെൽത്ത് ബോർഡ് വരുന്നത് അതിന്റെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസർ. ഇനി നമുക്ക് ഇവരുടെ ഫങ്ഷൻസും കൂടെ ഒന്ന് നോക്കാം. സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ആക്ടിന്റെ
സ്റ്റേറ്റ് ലെവൽ ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും. ജില്ലകളിൽ ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസറും താഴെ തലത്തിൽ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കും ആയിരിക്കും ആ ഉത്തരവാദിത്തം വരുന്നേക്കുന്നത്. രണ്ടാമത്തെ, ഏതെങ്കിലും പബ്ലിക് ഹെൽത്ത് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയറക്ഷൻ ഏതെങ്കിലും ഒരു വകുപ്പിന് നൽകേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് അനുവാദത്തോടുകൂടി അത്തരം നിർദ്ദേശങ്ങൾ കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തേത്, പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് പ്രപ്പോസൽ, പ്രത്യേകിച്ച് പ്ലാൻ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കാണ്. നാലാമത്തെ വെച്ചാൽ ഈ ആക്ട് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഓരോ ജില്ലകളിൽ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ ആക്ടിന് കൃത്യമായിട്ടുള്ള ഒരു റിവ്യൂ സംവിധാനം ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എല്ലാ മാസവും ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. ഏറ്റവും താഴേന്ന് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ, ജില്ലയിൽ നിന്ന് ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസർ, സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസർ അത് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അടുത്തത് നമ്മുടെ ചില ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യാനായിട്ടാണ്. പ്രത്യേകിച്ച് വെക്ടർ സർവേലൻസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഡിസീസ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട്, ഡെത്ത് ഓഡിറ്റിന്റെ കാര്യത്തിൽ, ഡിസീസ് സ്ക്രീനിങ്ങിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സിന്റെ കാര്യത്തിലുള്ള ചില ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിവിധ ഹെൽത്ത് ഡേറ്റ കൈകാര്യം ചെയ്യുന്ന വേരിയസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ഹോമിയോ ഉണ്ട്, ISM ഉണ്ട്, CGHS ഉണ്ട്, ESI ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഹെൽത്ത് പ്ലാനിങ്ങിന് ആവശ്യമായിട്ട് വരുന്നതായിരിക്കാം. അതോടൊപ്പം ചിലപ്പോൾ നമുക്ക് ഡിസീസ് കൺട്രോളിനും പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ്മെന്റിനൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പൊ അത്തരം ഡേറ്റകൾ കളക്ട് ചെയ്യുകയും അത് പ്ലാനിങ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കാനുമായിട്ട് ഉള്ള ഉത്തരവാദിത്തം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കുണ്ട്. മറ്റൊന്ന്, ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് പ്രപ്പോസൽ കൊടുക്കാനായിട്ടുള്ള അധികാരം. ഇപ്പൊ പബ്ലിക് ഹെൽത്ത് എമർജൻസി നമ്മൾ നേരത്തെ ഇപ്പം കോവിഡ് ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിരുന്നു. കോവിഡ് പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്തിരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച്, DM ആക്ട് അനുസരിച്ചായിരുന്നു. അതുകൂടാതെ നമുക്ക് എപ്പിഡമിക് കൺട്രോൾ ആക്ട് അനുസരിച്ച് ഡിക്ലെയർ ചെയ്യായിരുന്നു. അതുകൂടാതെ നമ്മുടെ CRPC 144 അനുസരിച്ച് ചെയ്യാം. 144 അനുസരിച്ച് വയനാടും മാനന്തവാടിയിലും തിരുവനന്തപുരത്തും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആക്ട് ഒക്കെ അനുസരിച്ച് നേരത്തെ ഡിക്ലെയർ ചെയ്യാമായിരുന്നു. ഇപ്പൊ നമ്മളുടെ ഈ പുതിയ പബ്ലിക് ഹെൽത്ത് ആക്ട് അനുസരിച്ചും ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി നമുക്ക് ഡിക്ലെയർ ചെയ്തെങ്കിലും ഒരു വലിയ എപ്പിഡമിക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പൊ അത് സ്റ്റേറ്റിൽ വിതിൻ ദ സ്റ്റേറ്റ് ആണെങ്കിൽ, വിതിൻ ദ ഡിസ്ട്രിക്ട് ആണെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറും, ജില്ലയ്ക്ക് പുറത്താണെങ്കിൽ അത് ഗവൺമെന്റുമാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പം ഒന്നിലധികം ജില്ലേനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ട് പ്രപ്പോസൽ കൊടുക്കുന്ന ഉത്തരവാദിത്തം ഈ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കാണ്. ജില്ലയ്ക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ലോക്കൽ ബോഡി കവർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ DMO കൊടുക്കണം. ഒരു ലോക്കൽ ബോഡിക്കുള്ളിൽ നിൽക്കുന്നതാണ് എങ്കിൽ അവിടുത്തെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ അത് കളക്ടർക്ക് കൊടുത്തു കഴിഞ്ഞാലും അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ് സ്ലൈഡ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന്, ഈ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിക്ക് ചില പ്രപ്പോസൽ കൊടുക്കാനാണ്. അത് നമ്മളുടെ ഈ ആക്ട് അനുസരിച്ച് ഏത് അസുഖത്തിനെയും ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളോ ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസോ കൊണ്ടുവരാം. ഇത് കൊണ്ടുവരാനുള്ള അധികാരം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിക്കാണ്. ഈ നേരത്തെ കഴിഞ്ഞ ഓർഡിനൻസിനകത്ത് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്നുള്ള ഒരു വ്യക്തിക്കായിരുന്നു. അപ്പൊ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മോഡേൺ മെഡിസിനെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ ചിലപ്പം അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇവിടെ അത് മാറ്റിയിട്ട് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിക്കായി അതിന്റെ ഉത്തരവാദിത്തം. അപ്പൊ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയാണ് ഡിസീസ് ട്രീറ്റ്മെന്റിനോ അതുപോലെ തന്നെ ഡിസീസ് കൺട്രോളിനോ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസോ പ്രോട്ടോകോളോ കൊണ്ടുവരാനായിട്ട് ഉത്തരവാദിത്തം. അപ്പൊ അത് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രപ്പോസൽ, ഏതൊക്കെ അസുഖങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരണം, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രപ്പോസൽ വേണമെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയുടെ മാത്രമാണ്. അതുപോലെ തന്നെ ചില ഡിസീസ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട്, അത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആകാം, അല്ലെങ്കിൽ NCD ആകാം, അതുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് മെഷേഴ്സ് പ്രപ്പോസ് ചെയ്യുന്നതിനായിട്ടുള്ള അധികാരവും ഗവൺമെന്റിലേക്ക് അത്തരം പ്രപ്പോസൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിക്ക് അത്തരം പ്രപ്പോസൽ കൊടുക്കുന്നതിനുള്ള അധികാരവും ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിനാണ്. ഇനി ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി വരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ അഡീഷണൽ ടെമ്പററി പബ്ലിക് ഹെൽത്ത് ഓഫീസർമാരെ പോസ്റ്റ് ചെയ്യാം. ഒരു പെട്ടെന്നൊരു എമർജൻസി വരികയാണ്, ഒരു ഡിസാസ്റ്റർ വന്നു, അതുപോലുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് അഡീഷണൽ ആയിട്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസേഴ്സിനെ പോസ്റ്റ് ചെയ്യാനുള്ള അധികാരം EHS കൊടുത്തിട്ടുണ്ട്. ഈ ആക്ടിന്റെ വയലേഷൻ എവിടെ കണ്ടു കഴിഞ്ഞാലും നടപടി എടുക്കാനുള്ള അധികാരം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ ആണ്. ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്, അതിനെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജില്ലയ്ക്കുള്ളിൽ ആ ഒരു വ്യത്യാസം ഉണ്ട്. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് 6ാമത് കിടക്കുന്ന പോയിന്റ് ആണ്, പോസ്റ്റിംഗ് ഓഫ് ഓതറൈസ്ഡ് ഓഫീസർ അണ്ടർ സെക്ഷൻ 8(2). ഈ ആക്ട് അനുസരിച്ച് സെക്ഷൻ 8(2) പ്രകാരം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുതൽ മുകളിലേക്ക് റാങ്കുള്ള ഏതൊരു ഉദ്യോഗസ്ഥനെയും ഈ ആക്ട് അനുസരിച്ച് പരിശോധന നടത്താനോ നോട്ടീസ് കൊടുക്കാനോ
നിയമ നടപടി സ്വീകരിക്കാനോ അല്ലെ പ്രോസിക്യൂഷൻ നടപടിയുടെ ഭാഗമായിട്ട് കോടതിയിൽ പരാതി സമർപ്പിക്കുന്നതിനൊക്കെ ചുമതലപ്പെടുത്താനായിട്ട് കഴിയും. അത് ചുമതലപ്പെടുത്തേണ്ട സെക്ഷൻ 8(2) ആണ്. 8(2) അനുസരിച്ച് ആരെ വേണമെങ്കിലും ചുമതലപ്പെടുത്താനായിട്ട് ഉള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഇതേ അധികാരം താഴെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കും കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ഷനുകൾ കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കുള്ള പോലെയുള്ള സമാനമായിട്ട് ഏതൊരു വയലേഷൻ കണ്ടു കഴിഞ്ഞാൽ നടപടി എടുക്കാനുള്ള അധികാരം ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ കൊടുത്തിരിക്കുന്ന ഇവിടെ ഇതുപോലെ തന്നെയാണ് 8(2) പ്രകാരം ജീവനക്കാരെ ചുമതലപ്പെടുത്താനാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മുടെ ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 8(2) പ്രകാരം ഒരു ജീവനക്കാരിയെ എന്നാണ്. അതിനകത്തൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് മാറ്റും. അടുത്തത് നമ്മുടെ ജനറൽ ക്ലോസസ് ആക്ട് ഉണ്ട്. സാധാരണ ആക്ടുകൾ ഉണ്ടാക്കുന്നതിന്റെ ബേസ് ജനറൽ ക്ലോസസ് ആക്ട് ആണ്. അപ്പൊ ജനറൽ ക്ലോസസ് ആക്ടിനകത്ത് സെക്ഷൻ 13 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതൊരു നിയമത്തിനകത്തും അതൊരു ഫീമെയിൽ ഇതായിട്ട് പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് മെയിലും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഷീ എന്ന് പറഞ്ഞാൽ ഹി അർത്ഥമാകുന്നതാണ്. അതുപോലെ ഹി എന്ന് പറഞ്ഞാൽ ഷീയും. അതുപോലെ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എന്നാണ്. അപ്പൊ നമ്മുടെ ആക്ട് എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീലിംഗത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആക്ടാണ്. എല്ലായിടത്തും ഷീ എന്നാണ്. അവൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ, അങ്ങനെ സ്ത്രീ രീതിയിൽ ഫീമെയിൽ ഇതായിട്ടാണ് വരുന്നത്. അപ്പം പക്ഷെ അതിന്റെ അർത്ഥം അത് ഫീമെയിൽ തന്നെ ഉദ്യോഗസ്ഥ ആയിരിക്കണം എന്നില്ല, മെയിലും ആകാം. ഒരാളെന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളും ആകാം. അങ്ങനെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഈ 8(2) അനുസരിച്ച് അങ്ങനെ ഓതറൈസ് ചെയ്യുന്നതിന് തടസ്സമില്ല. ഒന്നിലധികം ജീവനക്കാരെ ഓതറൈസ് ചെയ്യാം. പക്ഷെ ഓതറൈസ് ചെയ്യുമ്പോഴും ആ ജീവനക്കാരുടെ ജൂറിസ്ഡിക്ഷൻ ഏരിയയിൽ മാത്രമേ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് കഴിയില്ല. ഇപ്പൊ ഒരു PSC ഇപ്പൊ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറും ഒരു 3 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ഉണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ വലിയ കഴിവില്ലാത്ത ഒരാളാണ്. ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഓഫീസറെ മണിയടിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ ഓഫീസർക്ക് തോന്നുന്നതാണ് എന്നാൽ മണിയടിച്ച് നിൽക്കുന്ന ആൾക്ക് പഞ്ചായത്ത് മുഴുവൻ ചാർജ് കൊടുക്കാം. അങ്ങനെ ചാർജ് കൊടുക്കാൻ കഴിയില്ല. അയാളുടെ ജൂറിസ്ഡിക്ഷൻ ഏരിയയിൽ മാത്രമേ അയാൾക്ക് ഈ പവർ കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. മറ്റേ ഈ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്റ്റാഫിന്റെ മേലുള്ള പരിപൂർണമായിട്ടുള്ള കൺട്രോളും സൂപ്പർവിഷനും ഉണ്ട്. ഏതൊരു സ്ഥലത്തും പ്രവേശിക്കാനും പരിശോധിക്കാനും അതുപോലെ നടപടിയെടുക്കാനും ഏതെങ്കിലും രീതിയിലുള്ള പകർച്ചവ്യാധികളോ മറ്റോ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാനും അവരുടെ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാനും സ്ഥാപനങ്ങളാണെങ്കിൽ അടച്ചുപൂട്ടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനുമായിട്ടുള്ള അധികാരങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈൻ ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള അധികാരം. ഫൈൻ ഇമ്പോസ് ചെയ്യണമെങ്കിൽ അതിന്റെ ചട്ടങ്ങൾ വരേണ്ടതുണ്ട്. റൂൾസ് ഇപ്പം അതിന്റെ സ്റ്റെപ്സ് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ റൂൾസ് വന്നെങ്കിൽ മാത്രമേ ഫൈൻ ഇമ്പോസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ ഒഫൻസസ് കോമ്പൗണ്ട് ചെയ്യാനുള്ള അധികാരം. ഈ കോമ്പൗണ്ടിങ്ങും ഫൈൻ ഇമ്പോസ് ചെയ്യുന്നത് രണ്ടാണ്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു നിയമ നടപടി, ഒരു ക്രിമിനൽ കേസിൽ പെട്ട ഒരാള് ഒരു ക്രിമിനൽ നടപടി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഒരു കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് ആ കേസ് ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനും ചട്ടങ്ങൾ ആവശ്യമാണ്. എങ്ങനെയായിരിക്കണം ആ കോമ്പൗണ്ടിങ്? അപ്പൊ കോമ്പൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കേസ് ജനറേറ്റ് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഹെൽത്ത് ഇൻസ്പെക്ടറോ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ മറ്റോ ഓഫീസേഴ്സോ എടുത്ത ഒരു കേസ് മാത്രമേ അവർക്ക് കോമ്പൗണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ കേസ് എടുത്തതിന് ശേഷം കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കേസ് എടുക്കാതെ തന്നെ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട് ആ എമൗണ്ട് ഈടാക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ആ പ്രൊസീജിയറിലോട്ട് തന്നെ പോകേണ്ടി വരും. നെക്സ്റ്റ് ലൈൻ. അതുപോലെ ഫുഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലോസ് ചെയ്യാനുള്ള അധികാരം. 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ പരിശോധനയുടെ സമയത്ത് ഫുഡ് സേഫ്റ്റി ആൻഡ്, കാരണം നമുക്കറിയാം ഫുഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സെൻട്രൽ ആക്ട് ഉണ്ട്, FSSAI ഉണ്ട്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്. അതനുസരിച്ച് എല്ലാ ഭക്ഷ്യ വിതരണ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ പരിശോധനയുടെ സമയത്ത് അപ്പൊ ആ ആക്ടിലെ പ്രൊവിഷൻസ് മറികടക്കാതെ തന്നെ നമ്മളുടെ പരിശോധനാ സമയത്ത് അങ്ങനെ രജിസ്ട്രേഷനോ ലൈസൻസോ ഇല്ലാത്തത്, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫുഡ് വിതരണ സംവിധാനങ്ങളും ഉള്ള സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിന്റെ 12 ലക്ഷത്തിന് മുകളിലാണ് ഒരു വർഷത്തെ ടേൺ ഓവർ എങ്കിൽ അതിൽ ലൈസൻസ് വേണം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മതി. ഇപ്പൊ ചെറിയ കടകളൊക്കെ ആണെങ്കിൽ രജിസ്ട്രേഷൻ മതി. വമ്പൻ ഹോട്ടലുകൾക്ക് ലൈസൻസ് ആണ് വേണ്ടത്. അപ്പൊ പരിശോധന സമയത്ത് ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത ഏതെങ്കിലും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് അടച്ചുപൂട്ടാവുന്നു. രണ്ടാമത്തേത്, അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് അവർക്ക് ഹെൽത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും സ്ഥാപനം അടച്ചുപൂട്ടാനായിട്ട്, അങ്ങനെ 2 കണ്ടീഷനിലാണ് സ്ഥാപനം അടച്ചുപൂട്ടാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, പഴയ ഭക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചെടുക്കാം. പക്ഷെ അതിന് ചില പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. അത് ചട്ടങ്ങൾ വരണം. 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കിയിട്ട് മാത്രമേ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ആ മഹസർ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ ചട്ടങ്ങൾ വന്നെങ്കിൽ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതിനുശേഷം ആ ഒരു പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ
കമ്മ്യൂണിക്കബിൾ ഡിസീസോ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. അതുപോലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ഫുഡോ അല്ലെങ്കിൽ വാട്ടർ സാമ്പിളിംഗുള്ള അധികാരം. പക്ഷേ ഫുഡ് സാമ്പിളും വാട്ടർ സാമ്പിളും കളക്ട് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഫുഡ് സാമ്പിൾ എടുക്കുന്നത് ഫുഡ് അഡൾട്രേഷൻ അനുസരിച്ചല്ല. ഫുഡ് അഡൾട്രേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള സാമ്പിൾ എടുക്കാനുള്ള അധികാരം ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് മാത്രമേ വേറെ ഒരു അതോറിറ്റിക്കും ഇല്ല. അപ്പൊ നമ്മൾ ഫുഡ് സാമ്പിൾ എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഫുഡ് പോയിസണിങ് വന്നു, അതിന്റെ കോസറ്റീവ് ഓർഗാനിസം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെ സോഴ്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോബയോളജി ലാബിലേക്ക് അയക്കാനുള്ള സാമ്പിൾ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അത് കോൾഡ് ചെയിൻ സിസ്റ്റത്തിലേക്ക് അയക്കണം. മറ്റേതാകുമ്പോഴത്തേക്കും പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ട് അവർ അനലിറ്റിക്കൽ ലാബിലേക്കാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ അയക്കുന്നത്. രണ്ടും ഈ ഒരു സാമ്പിളിങ് ആ സാമ്പിളിംഗ് ആയിട്ടൊരു വ്യത്യാസമുണ്ട്. മറ്റൊന്ന്, നമ്മളുടെ ഈ ആക്ടിന്റെ പ്രൊവിഷൻസ് എവിടെയെങ്കിലും വയലേറ്റ് ചെയ്തായിട്ട് കണ്ടു കഴിഞ്ഞാൽ നടപടി എടുക്കാനുള്ള അധികാരം. ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് വിതിൻ 24 hours ഈ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ അവിടുത്തെ ലോക്കൽ ബോഡിക്കും ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കും ഈ വിവരം റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ ലോക്കൽ ബോഡി എന്ത് ചെയ്യണം? അതോടൊപ്പം ഇപ്പൊ ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം ആ മാസത്തെ ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ബോർഡിൽ ഓഫീസർ അത് പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. താഴെ തലത്തിൽ അതോടൊപ്പം തന്നെ ഈ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസറും അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവിടുത്തെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ബോർഡിന് മുമ്പേ അവതരിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ നടപടികൾ എടുത്തു, മറ്റു കാര്യങ്ങളെല്ലാം അവിടെ അവതരിപ്പിക്കേണ്ടതുണ്ടാവും. ചില സപ്പോർട്ടിംഗ് പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 13(1) പറഞ്ഞിരിക്കുന്നത് ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്ന, അതായത് പബ്ലിക് സർവന്റ് എന്നുള്ള ഡെഫിനേഷനിൽ വരുന്ന ആര് വേണമെങ്കിലും നമുക്ക് അവരോട് ഹെൽപ്പ് ആവശ്യപ്പെടാം ഈ ആക്ടിന്റെ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അത് ആ ആക്ടിന്റെ ഇംപ്ലിമെന്റേഷനെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്, അല്ലെങ്കിൽ അവർ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കടമയാണ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. അവർ അതിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യങ്ങളോ അല്ലെ സഹകരിക്കാതെ വരുന്ന സാഹചര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ 13(1) അനുസരിച്ച് അത്തരം ആളുകളുടെ പേര് വിവരം ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ബോർഡിനും അതുപോലെ ആരാണോ അവരുടെ കൺട്രോളിംഗ് അതോറിറ്റി അല്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ട അതോറിറ്റി ആരാണോ അവർക്കും റിപ്പോർട്ട് ചെയ്യണം. അവർക്കെതിരെ 13(1) അനുസരിച്ച് അച്ചടക്ക നടപടി, അതായത് ഡ്യൂട്ടിയിലുള്ള ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടി ആയിട്ട് കണ്ടുകൊണ്ട് നടപടി എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 13(2) പോലീസ് അസിസ്റ്റൻസിനുള്ള ഒരു പ്രൊവിഷനാണ്. 14 ലോക്കൽ ബോഡി ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഈ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട പീനൽ പ്രൊവിഷൻസ് വരുന്നതിനകത്ത് നമുക്ക് കുടിവെള്ളമായിട്ട് ബന്ധപ്പെട്ട് ചാപ്റ്റർ 3 വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കുടിവെള്ളത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഏത് വാട്ടർ സാമ്പിളും എവിടുന്ന് വേണമെങ്കിലും പരിശോധിച്ച് റിപ്പോർട്ട് കാണിക്കാനായിട്ട് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാം. അതിപ്പം നമുക്ക് നേരിട്ട് വേണമെങ്കിൽ സാമ്പിൾ എടുക്കാം. അതിട്ട് ഏതെങ്കിലും രീതിയിലുള്ള വാട്ടർ സോഴ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമാണെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം. അത് നോട്ടീസായിട്ട് തന്നെ കൊടുക്കാൻ കഴിയും. അപ്പൊ അത്തരം നോട്ടീസ് വയലേറ്റ് ചെയ്തുകൊണ്ട് അവരത് ആ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ആക്ടിലെ സെക്ഷൻ 15(4) അനുസരിച്ച് അത്തരം വർക്കുകൾ ലോക്കൽ ബോഡിയുടെ സഹായത്തോടുകൂടി ഏറ്റെടുത്ത് നടത്തുകയും അതിനു വേണ്ടി വരുന്ന ചെലവ് കംപ്ലീറ്റ് ആയിട്ട് അവരിൽ നിന്ന് റവന്യൂ റിക്കവറി നടത്താനായിട്ട് നമ്മുടെ ആക്ടിൽ പ്രൊവിഷൻസ് ഉണ്ട്. മറ്റിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്ന് നമ്മളുടെ ഡ്രെയിനേജുകൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. ഡ്രെയിനേജുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നതോ അല്ലെങ്കിൽ ഡ്രെയിനേജിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതോ ബ്ലോക്ക് ആക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ശിക്ഷാർഹമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ സെക്ഷൻ 15(7) അനുസരിച്ച് 15,000 മുതൽ 30,000 വരെ, എന്റെ സ്ലൈഡിൽ 10,000 എന്നാണ് കിടക്കുന്നത്, അതൊന്ന് കറക്ഷനിലാണ്. 15,000 മുതൽ 30,000 രൂപ വരെയാണ് പിഴയായിട്ട് ഈടാക്കാവുന്ന അതിന്റെ ഒരു പ്രൊവിഷനായിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലൈൻ. നമുക്കറിയാം നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷെ നമ്മളുടെ തോടുകളും പുഴകളും എല്ലാം മലിനമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മഴക്കാലം ആയാലും നല്ല വേനൽക്കാലം ആയി കഴിഞ്ഞാലും OP വരുന്ന പേഷ്യൻസ്, അത് ഏത് സിസ്റ്റം ആണെങ്കിലും നമുക്കറിയാം വയറിളക്ക രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റു വാട്ടർ ബോൺ ഡിസീസ് ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെയായിട്ട് ആളുകൾ നമ്മുടെ OP-ലും IP-ലും ഒക്കെ വരാറുണ്ട്. കാരണം നമ്മുടെ ജലം എല്ലാം മലിനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജലസ്രോതസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് കർശനമായിട്ടുള്ള പ്രൊവിഷൻസ് നമ്മളുടെ പല നിയമങ്ങളിലും ഉണ്ട്. പഞ്ചായത്ത് രാജ് ആക്ടിനകത്തും അതുപോലെ മുനിസിപ്പൽ ആക്ടിനകത്തും ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഈ പബ്ലിക് ഹെൽത്ത് ആക്ടിനകത്തും അതിനുള്ള ശക്തമായിട്ടുള്ള പ്രൊവിഷൻസ് വന്നു കഴിഞ്ഞു. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ജലസ്രോതസ് മലിനമാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, ജലസ്രോതസ് ഉദ്ദേശിക്കുന്നത് കിണർ ഒഴികെയുള്ള തോടുകള്, പുഴകള്, അരുവി, തടാകങ്ങള്, അങ്ങനെയുള്ള ജലാശയങ്ങളെല്ലാമാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അതിലേക്ക് മാലിന്യം നിക്ഷേപിക്കുകയോ മാലിന്യം വലിച്ചെറിയോ മലിനജലം ഒഴുക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും 25,000 മുതൽ 2,00,000 രൂപ വരെ പിഴയും ശിക്ഷയായിട്ട് കിട്ടാവുന്ന കുറ്റമാണ്. 15(8) അനുസരിച്ചാണ് ഇതിന്റെ ശിക്ഷ. അപ്പൊ വളരെ കടുത്ത ശിക്ഷ കിട്ടാവുന്ന ഒരു വകുപ്പാണിത്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇത് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തത് നവംബറിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് അതിന് ഇഫക്റ്റ് ഉള്ള ഒരു പ്രൊവിഷൻ ഇതായിരുന്നു.
16(1) 16(2) വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അത് ഒന്നിലധികം പഞ്ചായത്തിനെ ബാധിക്കുന്ന കേസിൽ പ്രത്യേക ഓഫീസറെ നിയോഗിക്കാനായിട്ട് ജില്ലാ ഓഫീസർക്കുള്ള അധികാരങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തത് 4ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുചിത്വ നിലവാരമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതില് ആദ്യത്തെ 2 പോയിന്റ് ഞാൻ വിട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ഈ ആക്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ബോർഡിന്റെ സഹായത്തോടുകൂടി, അല്ലെ ബോർഡിന്റെ അനുവാദത്തോടു കൂടി, ബോർഡിന്റെ അനുവാദം എന്ന് പറഞ്ഞാൽ ബോർഡിൽ പ്രസന്റ് ചെയ്ത് ബോർഡിന്റെ സജഷൻസ് എല്ലാം അംഗീകരിച്ചുകൊണ്ട് വേണം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കണം. അതായത് നമ്മുടെ ശുചിമുറികളുടെ നിലവാരം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ക്ലീനിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും എണ്ണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ അത് പരിപാലനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അത് നിർബന്ധമാണ്. അങ്ങനെ ഇറക്കുന്ന ആ നോട്ടിഫിക്കേഷൻ നിലവിലുള്ള നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് വന്ന ബിൽഡിംഗ് റൂൾസിനെ മറികടക്കുന്ന രീതിയിലായിരിക്കരുത്, അതിനോട് ചേർന്ന് നിന്നുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ പ്രൊവിഷൻസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ അതിനുള്ള ശ്രമം സ്റ്റേറ്റ് ലെവലിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് ടോയ്ലറ്റുകളുടെ ഒക്കെ നിലവാരം ശക്തമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. 18(3) പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ടോയ്ലറ്റ് ഫെസിലിറ്റി അൺഹൈജീനിക് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം. അത് തന്നെയല്ല, ഏതെങ്കിലും ഒരു ടോയ്ലറ്റ് പബ്ലിക് സേഫ്റ്റിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗുരുതരമായിട്ട് പബ്ലിക് ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു പകർച്ചവ്യാധി വരുന്ന സാഹചര്യത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കടുത്ത ശിക്ഷ കിട്ടാവുന്നതാണ്. 6 മാസം വരെ തടവും 10,000 മുതൽ 25,000 രൂപ വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്. ഇപ്പൊ നമുക്കറിയാം പല സ്ഥലത്തും നമ്മുടെ ഈ പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിലേക്ക് നമുക്ക് ചിലപ്പോൾ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇതിന്റെ കോൺട്രാക്ടർമാരൊക്കെ പൈസ പിരിക്കുന്നുള്ളതല്ലാതെ പലയിടത്തും വളരെ വൃത്തിഹീനമായിട്ട് സ്ത്രീകൾക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ല. ഒരു പാഡ് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല, സഫീഷ്യന്റ് ആയിട്ട് വെള്ളം ഉണ്ടാകത്തില്ല, പ്രൈവസി പോലും ഇല്ലാത്ത ടോയ്ലറ്റുകൾ വരെ നമ്മൾ കണ്ട് അടച്ചുപൂട്ടിയിട്ടൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് ശക്തമായിട്ട് ആ പ്രൊവിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു നിർദ്ദേശം ഇതിനകത്ത് വന്നിരിക്കുന്നത് സെക്ഷൻ 19(1) വീടല്ലാത്ത എല്ലാ സ്ഥാപനങ്ങളും അത് ഓഫീസുകളാകാം, വർക്ക് പ്ലേസുകളാകാം, മറ്റ് കച്ചവട സ്ഥാപനങ്ങളാണ്, ഏതും ആയിക്കോട്ടെ, അത്തരം സ്ഥലത്തെ ശുചിത്വ നിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത്തരം സ്ഥലങ്ങളെല്ലാം വൃത്തിയും വെടുപ്പുള്ളതുമായിരിക്കണം. അതിനൊരു വീഴ്ച കണ്ടു കഴിഞ്ഞാൽ 10,000 മുതൽ 25,000 രൂപയാണ് പിഴയായിട്ട് വരുന്നത്. ഇപ്പൊ ഒരു ഹോട്ടൽ പരിശോധിക്കാൻ ചെല്ലുന്ന സമയത്ത് ഹോട്ടലിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അടുക്കള അല്ലെ പരിസരമെങ്കിൽ അത് ഒരു ഒഫൻസ് ആണ്. ഇത്രയും നാൾ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യം മാത്രമാണ്, അതിന്റെ ശുചിത്വം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, നിർദ്ദേശങ്ങളാണ് അവിടെ ആക്ടിലായിട്ട് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മാലിന്യം വലിച്ചെറിയുന്നത് കടുത്ത കുറ്റമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ 20(1) പറയുന്നത് മാലിന്യം എവിടെയെങ്കിലും അലക്ഷ്യമായിട്ട് വലിച്ചെറിയുകയോ കൂട്ടിയിടുകയോ അത്തരം പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും 10,000 മുതൽ 25,000 രൂപ വരെ പിഴയും കിട്ടാവുന്ന വകുപ്പായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ നിയമത്തിൽ ആകെ 3 വകുപ്പുകളാണ് ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ. ഒന്ന്, ജലസ്രോതസ് മലിനമാക്കുന്നത്, അത് 3 വർഷം വരെ തടവും 25,000 മുതൽ 2 ലക്ഷം രൂപ വരെയാണ് പിഴ. 2, ടോയ്ലറ്റുകൾ പബ്ലിക് ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ 6 മാസം വരെ തടവും 10,000 മുതൽ 25,000 രൂപ വരെ പിഴയും, അല്ലെങ്കിൽ രണ്ടും കൂടി ഉണ്ടാവും. മറ്റൊന്ന്, മാലിന്യം അലക്ഷ്യമായിട്ട് വലിച്ചെറിയുകയോ കൂട്ടിയിടുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് 3 വർഷം വരെ തടവും 10,000 മുതൽ 25,000 രൂപ വരെ പിഴയും കിട്ടാവുന്ന ഒരു വകുപ്പായിട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്ത അധ്യായത്തിൽ പറയുന്നത് പബ്ലിക് ന്യൂയിസൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ന്യൂയിസൻസ് വളരെ കൃത്യമായിട്ട് നമ്മുടെ ആക്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ ആരോഗ്യത്തെയോ സ്വൈര്യ ജീവിതത്തെയോ തടസ്സപ്പെടുത്തുന്ന, അറപ്പുളവാക്കുന്ന കാഴ്ച, ദുർഗന്ധം, അല്ലെങ്കിൽ അത്തരം പ്രവൃത്തി, അത്തരം സാഹചര്യം, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് കൂടാതെ ഒരു 19ഓളം സാഹചര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അതിലൊന്ന് നമ്മുടെ പരിസരം വൃത്തികേടായിട്ട് ഇടുക. ഏതെങ്കിലും സ്ഥാപനത്തിന്റെയോ മറ്റേ വീടിന്റെയൊക്കെ പരിസരം വൃത്തികേടാക്കി ഇടുക. അതല്ലെങ്കിൽ രണ്ടാമത്തേത് നമ്മുടെ ഏതെങ്കിലും ജലസ്രോതസ് മലിനപ്പെടുത്തുക, അല്ലെങ്കിൽ അത് മനുഷ്യന് ഉപയോഗത്തിന് പറ്റാത്ത രീതിയിലേക്ക് ആക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. മൂന്നാമത്തെ, മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന ഏതെങ്കിലും കുഴികൾ, സോക്ക് പിറ്റ് ആകാം, അല്ലെങ്കിൽ ലീച്ച് പിറ്റ് ആകാം, സെപ്റ്റിക് ടാങ്ക് ആകാം, അത് ദുർഗന്ധം ഉണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കുന്ന രീതിയിലോ പരിപാലിച്ചു പോരുക. നാലാമത്തെ, മനുഷ്യന് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ മൃഗങ്ങളെ സൂക്ഷിക്കുക. അതിപ്പോ ഒരു മൃഗമാണെങ്കിൽ 2 മൃഗമാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ ആക്ട് അനുസരിച്ച്, മുനിസിപ്പൽ നിയമമൊക്കെ അനുസരിച്ച് ഫാം ലൈസൻസ് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ഫാം ലൈസൻസിന് സാധാരണ നിശ്ചിത എണ്ണം മൃഗങ്ങൾ വേണമെന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 5 പന്നിക്ക് മുകളിലുണ്ടെങ്കിൽ പന്നി ഫാമിൽ ലൈസൻസ് മതി. പക്ഷെ
4 ആണെങ്കിലും ചിലപ്പോൾ അയൽവക്കംകാർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതിൽ ദുർഗന്ധവും മറ്റു വശമായിരിക്കും. അപ്പൊ അതെല്ലാം ഇതിന്റെ ഈ 4ാമത്തെ പ്രൊവിഷനകത്ത് വരും. അതുപോലെ 5ാമത്തേത് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. 6ാമത്തേത് ഏതെങ്കിലും വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ഫാക്ടറി സഫീഷ്യന്റ് ആയിട്ടുള്ള വെന്റിലേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മാലിന്യം പുറന്തള്ളുക, അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുക. 7ാമത്തേത് പുക പുറന്തള്ളുന്ന രീതിയിൽ മാലിന്യം കത്തിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഈ ചില പണ്ട് കാലത്തൊക്കെ നമ്മുടെ ആശുപത്രികളിലും ഹെൽത്ത് സെന്ററുകളിലൊക്കെ ഇപ്പം അത് അലോപ്പതി ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും ഒക്കെ നമ്മൾ മാലിന്യം കത്തിക്കാനായിട്ട് പഞ്ചായത്തിൽ നിന്നൊക്കെ പ്രോജക്റ്റ് വെച്ച് വരുവാണ്. ഇപ്പൊ പക്ഷെ ഒരു മാലിന്യവും കത്തിക്കാൻ പാടില്ല, ബയോമെഡിക്കൽ വേസ്റ്റ് മാത്രമേ പറ്റുള്ളൂ. അത് ഡബിൾ ചേമ്പേർഡ് ഇൻസിനറേറ്റർ മാത്രമേ പാടുള്ളൂ ഇപ്പൊ കത്തിക്കാനായിട്ട്. അല്ലാത്ത ഒരു സാധനത്തിൽ നമ്മൾ കത്തിക്കാൻ പാടില്ല. ബാക്കി മാലിന്യങ്ങളെല്ലാം നമ്മൾ ഗ്രീൻ ആർമി വഴി കൈയൊഴിയണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര ഇതെല്ലാം ഇതിന്റെ പരിധിയിലേക്ക് വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് സ്ലൈഡ്. 8ാമത്തേത് വന്നിരിക്കുന്നത് പുക പുറന്തള്ളുന്ന ചിമ്മിനികൾ. അതായത് ഇപ്പൊ നമുക്കറിയാം ആവശ്യത്തിന് ഉയരമില്ലാതെ ഏതെങ്കിലും കമ്പനിയുടെ ഒരു പോക്കുകളാകാം, ഒരു മറ്റൊരു സ്ഥാപനത്തിന്റെ ആകാം, അത്തരം ചൂളകൾ അതൊക്കെയാണ് 8ാമത്തേൽ വന്നിരിക്കുന്നത്. 9ാമത്തേത് സൗണ്ട് പൊള്യൂഷൻ, ദുർഗന്ധം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, പൊടിപടലം ഉണ്ടാക്കുന്ന അത്തരം കണ്ടീഷൻസ് ആണ്. 10ാമത്തെ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ സാധാരണ ക്ലിനിക്കുകളൊന്നും അങ്ങനെ വരാറില്ല, പക്ഷെ എങ്കിൽ പോലും വേണമെങ്കിൽ വരാം. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു ലാബ് നമ്മുടെ ക്ലിനിക്കിനോട് അനുബന്ധിച്ചുണ്ടെന്നിരിക്കട്ടെ. ലാബില് സാമ്പിളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം അത് വാഷ് ചെയ്ത് പുറത്തേക്ക് വിടുകയാണ്. ഡിസിൻഫെക്ട് ചെയ്യാതെയാണ് പുറത്തേക്ക് വിടുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പബ്ലിക് ന്യൂസൻസിന്റെ ഡെഫിനിഷനിൽ വരും. അതല്ലെങ്കിൽ ഒരു എക്സ്റേ യൂണിറ്റ് നല്ല തിരക്കുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ പേഷ്യൻസ് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ഓരോ പ്രാവശ്യം എക്സ്റേ ടെക്നീഷ്യൻ ഇതിന്റെ ഫിലിമുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലെഡ് ഡോർ അടയ്ക്കുന്നില്ല, ഡോർ തുറന്നിട്ടാണ് പോകുന്നത്. അവിടെ നിൽക്കുന്നവർക്ക് എക്സ്പോഷർ കിട്ടാനുള്ള ഇതൊക്കെ ഇതിന്റെ ഡെഫിനിഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെങ്കിലും വരാം. 11ാമത്തെ വരുന്ന ഏതെങ്കിലും ഹോട്ടലോ ഫുഡ് ഹാൻഡ്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനോ വൃത്തികേടായ സാഹചര്യത്തിൽ ഏതെങ്കിലും മിൽക്ക് സ്റ്റാളോ മാർക്കറ്റോ അതൊക്കെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുക. 12ാമത്തെ ഏതെങ്കിലും ബെറിയൽ ഗ്രൗണ്ട് അല്ലെ ക്രമറ്റോറിയം പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ. 13ാമത്തെ ചെരിഞ്ഞു നിൽക്കുന്ന മരം അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ കൺസ്ട്രക്ഷനകത്തുള്ള ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന അത്തരം സാഹചര്യങ്ങൾ. നെക്സ്റ്റ് സ്ലൈഡ്. 14ാമത്തേത് നമ്മൾ കൊതുകിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ, അതിന്റെ പ്രജനനത്തിന് സഹായിക്കുന്ന രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലോ അതിന്റെ പ്രജനനം ഉണ്ടാകുന്ന സാഹചര്യം. 16ാമത്തേത് ഇതുപോലെ തന്നെ പാറ്റയോ അല്ലെങ്കിൽ ഈച്ചയോ ഒക്കെ പെറ്റി വരുന്ന സാധനം. ഇപ്പൊ ചില കടകളിലെ സ്റ്റോറൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാല് കുത്താൻ പറ്റാത്തതിന്റെ പാറ്റയുടെ ഒരു കേന്ദ്രമായിരിക്കും. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ വരാം. അപ്പൊ അതാണ് 15 വന്നേക്കണേ. 16ാമത്തേത് ഫാമുകളാണ്. ഏതെങ്കിലും ഫാമുകൾ വൃത്തിഹീനമായ രീതിയിലോ അല്ലെങ്കിൽ മറ്റു പരിസര മലിനീകരണം ഉണ്ടാക്കുന്ന രീതിയിലോ പരിപാലിച്ചു പോവുക. 17ാമത്തെ ഏതെങ്കിലും ഗോഡൗണ്ട്, ഇപ്പൊ നമ്മുടെ എലികളുടെയോ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഡോഗ്സിന്റെ ഒക്കെ വളർച്ച സഹായിക്കുന്ന രീതിയിൽ മാലിന്യം അവിടെ വലിച്ചെറിയോ കൂട്ടിയിടുകയോ ചെയ്യുന്ന അത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അത്തരം ഗോഡൗണുകൾ. 18ാമത്തെ മാലിന്യം കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. 19ാമത്തേത് അതുപോലൊപ്പം തന്നെ കുടിവെള്ളം കൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ. 19ാമത്തെ ഏതെങ്കിലും മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്, പബ്ലിക് ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്, അത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത്. അപ്പൊ 19 മേഖലയായിട്ട് ഈ പബ്ലിക് ന്യൂസൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ പബ്ലിക് ന്യൂസൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ബോർഡിന് ഒരു റോളുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഓരോന്ന് എടുത്തു പറഞ്ഞത്. ഈ പബ്ലിക് ഹെൽത്ത് ന്യൂസൻസിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കോ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വരുന്ന ഓതറൈസ്ഡ് ഓഫീസർമാർക്കോ കിട്ടിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നോട്ടീസ് കൊടുക്കാനായിട്ട് കഴിയും. 23/1 നോട്ടീസ് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന നോട്ടീസിൽ പബ്ലിക് ഹെൽത്ത് ബോർഡുകൾക്ക് ഇടപെടാൻ ഒരു അധികാരമുണ്ട്. അതിന്റെ കാലാവധി, ആ നോട്ടീസ് റദ്ദ് ചെയ്യാൻ അധികാരമില്ല, പക്ഷെ അതിന്റെ കാലാവധി വേണമെങ്കിൽ ദീർഘിപ്പിച്ചാൽ മതി. അപ്പം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഒരു സ്ഥലത്ത് പരിശോധിച്ചു, ഒരു ന്യൂസൻസ് അബേറ്റ് ചെയ്യാനായിട്ട് 5 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ബോർഡിന് അപ്പീലായിട്ട് വന്നു 5 എന്നുള്ള 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം ഏതാണ് ന്യായമായ സാധനം. നിശ്ചിതമായിട്ട് നമുക്ക് നീട്ടാൻ കഴിയില്ല. അപ്പൊ അത് ബോർഡിൽ ചർച്ച ചെയ്തതിനു ശേഷം ബോർഡിന് നീട്ടി കൊടുക്കാനായിട്ട് അധികാരം പബ്ലിക് ഹെൽത്ത് ബോർഡിനുണ്ട്. അപ്പൊ ഈ പബ്ലിക് ന്യൂസൻസുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഇടപെടാനുള്ള ഒരു അധികാരം 23(1) അനുസരിച്ച് പബ്ലിക് ഹെൽത്ത് ബോർഡിന് കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് 21(3) ഫൈൻ ഇടാവുന്നതാണ്. സാധാരണ ഇതിലെ പബ്ലിക് ന്യൂസൻസിന് നമുക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യാം 3000 മുതൽ 10000 വരെ. പക്ഷെ അങ്ങനെ ഫൈൻ ഇമ്പോസ് ചെയ്താലും അത് ഒഴിവാകുന്നില്ല. അത് നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ 23(1) അനുസരിച്ച് നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് അനുസരിച്ച് അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ലോക്കൽ ബോഡിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ലോക്കൽ ബോഡി സഹായത്തോട് കൂടിയിട്ട് യുക്തമായിട്ടുള്ള വർക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യുകയും അത് പരിഹരിക്കുകയും ചെയ്യാനായിട്ടുള്ള അധികാരം ആക്ട് കൊടുത്തിട്ടുണ്ട്. 24 പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ബിൽഡിങ് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ അതിൽ താമസക്കാരുണ്ടെങ്കിൽ അവരെ ഇവാക്വേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള അധികാരമാണ് അതിനകത്ത് കൊടുത്തത്. അതിന്റെ ഉപയോഗം പ്രോഹിബിറ്റ് ചെയ്യാനുള്ള അധികാരമാണ് കൊടുത്തിരിക്കുന്നത്.
അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ നിയോനേറ്റൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് പീനൽ പ്രൊവിഷൻസ് ഒന്നുമില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഇത്തരം കുട്ടികളുടെയും അമ്മമാരുടെയും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട പ്രോജക്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് ചെയ്യണം, ലോക്കൽ ബോഡിയോട് ചേർന്നുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്യണമെന്ന് മാത്രമാണ്. പക്ഷെ 27(4) ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പ്രദേശത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനം കുട്ടികളുടെ ആരോഗ്യത്തെയോ അല്ലെ അമ്മമാരുടെ ആരോഗ്യത്തെയോ ബാധിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം കാര്യങ്ങൾ അവർക്ക് രേഖാമൂലം അവർക്ക് നിർദ്ദേശം നൽകുക, അത് പിന്മാറാനായിട്ട്. അവരത് പാലിക്കപ്പെടുന്നില്ല, നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ആ വിവരം ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കും, ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസർ അവിടുന്ന് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കും, അവിടുന്ന് നേരെ ഗവൺമെന്റിലേക്ക് പോവുക. ഗവൺമെന്റ് ആയിരിക്കും ഫൈനൽ ഡിസിഷൻ അതിനകത്ത് തീർപ്പ് കൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത നമ്മളുടെ പകർച്ചവ്യാധികളുടെ പ്രൊവിഷൻസ് ആണ്. അതിനകത്ത് കമ്മ്യൂണിക്കൽ ഡിസീസ് എന്താണെന്ന് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കോ മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കോ തിരിച്ചോ അത് ലക്ഷണത്തോടു കൂടിയോ ലക്ഷണമില്ലാതെയോ ഒക്കെയുള്ള ഏതൊരു അസുഖങ്ങളെ പകർച്ചവ്യാധികളായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ പകർച്ചവ്യാധികളിൽ തന്നെ കൂടുതൽ പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉള്ളതിനെ നോട്ടിഫൈഡ് ഡിസീസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. വിജ്ഞാപനം ചെയ്യപ്പെട്ട അസുഖങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വിജ്ഞാപനം ചെയ്യപ്പെട്ട അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്കറിയാം, 1 TB ആണ്. 2 എല്ലാ വെക്ടർ ബോൺ ഡിസീസും വിജ്ഞാപനം ചെയ്യപ്പെട്ടതാണ്. സിക്ക, ലെപ്രസി, പ്ലേഗ് വിജ്ഞാപനം ചെയ്യപ്പെട്ടു. ടൈഫസ് ഗ്രൂപ്പ് ഡിസീസ് എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ആന്ത്രാക്സ്, ലെപ്റ്റോസ്പൈറോസിസ് ഇൻക്ലൂഡഡ് ആണ്. ഇൻഫ്ലുവൻസ എ ഗ്രൂപ്പ് ഡിസീസ് എല്ലാം വന്നു. എല്ലാ എൻസെഫലൈറ്റിസും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വാക്സിൻ പ്രിവെന്റീവ് ഡിസീസും ഇൻക്ലൂഡഡ് ആണ്. അക്യൂട്ട് ഫ്ലാക്സിഡ് പാരാലിസിസ് AFP കേസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. മങ്കി പോക്സ്, റാബിസ്, നിപ്പ പോലുള്ളത് അതെ. സാർസ്, MERS, COVID-19 അതെ. ഇനി ഏത് അസുഖങ്ങൾ വേണമെങ്കിലും ഗവൺമെന്റ് ഒരു പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാം. അപ്പൊ ഉദാഹരണത്തിന് ചിക്കൻ ബോക്സ് ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ ചിക്കൻ ബോക്സ് നാളെ ഒരു വലിയ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് മാറുവാണെങ്കിൽ വേണമെങ്കിൽ ഗവൺമെന്റ് അത് നോട്ടിഫൈഡ് ഡിസീസ് ആകാം. പക്ഷേ ചിക്കൻ ബോക്സ് കമ്മ്യൂണിക്കൽ ഡിസീസിന്റെ ഇതിൽ വന്നിട്ടുണ്ട്. 28(1) ഓൾറെഡി വന്നു കഴിഞ്ഞു. 28(2) വന്നിട്ടില്ല. ഇത് രണ്ടും ചെറിയ പ്രൊവിഷൻസിൽ ചെറിയ വ്യത്യാസമാണ്. എന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കുമ്പോഴത്തേക്ക് അറിയാം. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഈ കമ്മ്യൂണിക്കൽ ഡിസീസ് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ആക്ട് എന്തൊക്കെ അധികാരങ്ങളാണ് നൽകുന്നത് നോക്കാം. അത് 28(4) പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു നോട്ടിഫൈഡ് ഡിസീസ്, കമ്മ്യൂണിക്കൽ ഡിസീസ് നോട്ടിഫൈഡ് ആയിട്ടുള്ള, ഞാൻ നമ്മുടെ ലിസ്റ്റിൽ കണ്ട ഡിസീസിൽ ഏതെങ്കിലും ഒരെണ്ണം ശ്രദ്ധയിൽപ്പെടുന്ന ഹോസ്പിറ്റലുകളോ ക്ലിനിക്കോ ലാബോ വ്യക്തികളോ ആ വിവരം ഇമ്മീഡിയറ്റ് ആയിട്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസറെ അറിയിക്കണം എന്നാണ്. അപ്പൊ ഇതെങ്ങനെ അറിയിക്കണം എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് ചട്ടങ്ങൾ വരും. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് അത് പാലിക്കപ്പെടേണ്ടി വരും. കാരണം വെച്ചാൽ അതിനകത്ത് കൺട്രോൾ മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അടിയന്തരമായിട്ട്. ഇപ്പൊ നമുക്കറിയാം, ഡെങ്കു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സീസണാണ് വരാൻ പോകുന്നത്. നമുക്ക് ഒരു കേസ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ആ പ്രദേശത്ത് ഓൾറെഡി കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് വളരെ പെട്ടെന്ന്, കാരണം വെച്ചാൽ അതിന്റെ കൊതുക് പാർട്ട്മീൻ എടുക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പൊ മുമ്പ് പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് അറ്റാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വ്യത്യസ്തമായ സ്ട്രെയിൻ ഒക്കെയാണ് വരുന്നതെങ്കിൽ ഡെത്തോ കോംപ്ലിക്കേഷനോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ടൈമിലി ഒരു ഇൻഫർമേഷൻ ഈ കൺട്രോൾ മെഷേഴ്സ് എടുക്കാൻ സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പ്രൊവിഷൻ വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ 25,000 രൂപ വരെയാണ് അതിനകത്ത് ശിക്ഷയായിട്ട് അതിനകത്ത് വരുന്നത്. സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഫോർ റിപ്പോർട്ടാണ്. എല്ലാ മെഡിക്കൽ പ്രാക്ടീഷണർമാരും ഏത് സിസ്റ്റത്തിന്റെ ആയാലും, അലോപ്പതി ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും ISM ആണെങ്കിലും, നമ്മുടെ പ്രാക്ടീസിന്റെ സമയത്ത് ഏത് ഇൻഫെക്ഷ്യസ് ഡിസീസ് ശ്രദ്ധയിൽപ്പെട്ടാലും നോട്ടിഫൈഡ് ആകണമെന്നില്ല, അല്ലാത്താണെങ്കിലും ആ വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം ആരോഗ്യവകുപ്പിൽ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഓഫീസർ ആണെന്നിരിക്കും. അയാള് വീട്ടിൽ GP ചെയ്യുന്നുണ്ട്, അയാൾ വേറൊരു പഞ്ചായത്തിലാണ് അയാളുടെ വീടെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ അയാൾ അറിയിക്കണം. അപ്പൊ ആൾക്കും എക്സംഷൻ ഒന്നുമില്ല. അത് ഗവൺമെന്റിൽ നിന്നോ പ്രൈവറ്റിൽ നിന്നോ മാറ്റമൊന്നുമില്ല. അവരുടെ പ്രാക്ടീസ് അവർ GP ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്ലിനിക്ക് നടത്തുന്ന സമയത്തോ അത്തരം പകർച്ചവ്യാധികൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കണം. ഇല്ലെങ്കിൽ 10,000 രൂപയാണ് അതിനകത്ത് പിഴയായിട്ട് വരാൻ. സെക്ഷൻ 32 വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷനാണ്. ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. നമ്മുടെ ഈ നിയമം അനുസരിച്ച് പകർച്ചവ്യാധി നിയന്ത്രണത്തിന് കുറച്ച് കടുത്ത വകുപ്പുകൾ വന്നിട്ടുണ്ട്. അതായത് മറ്റുള്ളവർക്ക് എക്സ്പോഷർ ഉണ്ടാക്കുന്ന നിയമവിരുദ്ധമാണ്. ട്രാൻസ്മിഷൻ പീരീഡിൽ പേഷ്യന്റ് ഇറങ്ങി നടക്കുന്ന നിയമവിരുദ്ധമാണ്. അവരെ ബലമായിട്ട് വേണമെങ്കിൽ കസ്റ്റോഡി കെയറിലേക്ക് മാറ്റാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നേ, അങ്ങനെയുള്ളൊരു പേഷ്യന്റിന് ആ ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് ഈ അസുഖത്തെ കുറിച്ച് ഡോക്ടർ ഇൻസ്ട്രക്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ നമ്മുടെ അടുത്തൊരു പേഷ്യന്റ് വന്നു, നിങ്ങൾക്ക് ഇന്ന അസുഖമാണ്, നിങ്ങൾ ഇത്ര ദിവസത്തേക്ക് ഐസൊലേഷനിൽ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇനി അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഏത് ഡോക്ടറാണ്. നമ്മുടെ 2021 വന്ന കേരള
മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏത് സിസ്റ്റത്തിലെ ഡോക്ടർക്കും അത് ബാധകമാണ്. അപ്പൊ നമ്മൾ അത് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അവരത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ഇൻസ്ട്രക്ഷൻ കൊടുത്തു എന്നുള്ളത് എങ്ങനെയാണ് പ്രശ്നമാകുന്നത്? ഇപ്പൊ അവരെ പിടിക്കാൻ എന്നോട് ഡോക്ടർ ഒന്നും പറഞ്ഞില്ല എന്ന് പറയാതിരിക്കട്ടെ, പറഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതിയാവും. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇൻസ്ട്രക്ഷൻ കൊടുത്തും തെളിയിക്കാൻ മാർഗമില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇനി ഒരു പുതിയ നിർദ്ദേശം വേണ്ടി വരും. ചട്ടങ്ങൾ വരുമ്പോൾ ക്ലിയർ ആവും. നമ്മുടെ OP ടിക്കറ്റിൽ നമ്മളിപ്പം ഇൻസ്ട്രക്ഷൻ എഴുതുന്ന കൂട്ടത്തില് അവർക്ക് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം ഈ ആക്ട് വന്നപ്പോഴത്തേക്കും വന്നിരിക്കുന്നത്. അത് വളരെ നല്ലതുമാണ്. കാരണം പേഷ്യന്റ് അത് കൃത്യമായിട്ട് ഒബേ ചെയ്യാനായിട്ട് ബാധ്യസ്ഥനായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം, ഓരോ പകർച്ചവ്യാധിയുള്ള ഒരാള് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നാട് മുഴുവൻ നടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അവർ പറഞ്ഞാലും കേൾക്കത്തില്ല. ഇപ്പൊ ചിക്കൻ ബോക്സുമായിട്ട് വരുന്ന പേഷ്യന്റിനോട് ഇപ്പം ഏതൊരു സിസ്റ്റത്തിലെ ഡോക്ടർ ആണെങ്കിലും പറയും ഇത് സ്പ്രെഡ് ചെയ്യും, നിങ്ങൾ ഇത്ര ദിവസം വീട്ടിൽ ഇരിക്കണമെന്ന്. ഇവനിതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ഇറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത് ഈ ഒരു 32 വളരെ അപ്പം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു എന്നുള്ള ഒരു രേഖ വേണ്ടി വരും. അപ്പൊ അത് OP ടിക്കറ്റിൽ തന്നെ എഴുതുമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിന്റെ താഴെ ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് എഴുതുന്നത് നന്നായിരിക്കും. എന്തായാലും അത് കൂടുതൽ നിർദ്ദേശങ്ങൾ മുകളിൽ നിന്ന് വരേണ്ടതുണ്ട്. അത് ബന്ധപ്പെട്ട കൗൺസിൽ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് തന്നെ വരേണ്ടി വരും. അപ്പൊ എന്തായാലും അതിനുള്ള സ്റ്റെപ്സ് ഗവൺമെന്റ് എടുക്കുമെന്ന് കരുതാം. സെക്ഷൻ 33 പറയുന്നത് ഇത്തരം ഒരു രോഗിനെ, ഇപ്പൊ അതായത് ഇറങ്ങി നടക്കാൻ തടസ്സമുള്ള അസുഖമുള്ള ഒരാൾ, ഇപ്പൊ TB പേഷ്യന്റ് ട്രാൻസ്മിഷൻ വീട്ടിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് അസുഖം ഉണ്ടാവും. ഇപ്പൊ TB ക്യൂർ ആണെങ്കിൽ മാസങ്ങളോളം ട്രീറ്റ്മെന്റ് വേണം. പക്ഷെ ട്രീറ്റ്മെന്റ് തുടങ്ങി വളരെ റെഗുലർ ട്രീറ്റ്മെന്റ് ആണ്, 1-2 ആഴ്ചയും കൊണ്ട് അതിന്റെ ട്രാൻസ്മിഷൻ പീരീഡ് നിൽക്കും. അപ്പൊ ട്രാൻസ്മിഷൻ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അയാളെ തടഞ്ഞു വെക്കേണ്ട കാര്യമില്ല, അയാൾക്ക് ഇറങ്ങി നടക്കാം. അപ്പൊ അയാൾ ഇറങ്ങി നടക്കണം, അയാളുടെ ട്രാൻസ്മിഷൻ പീരീഡ് കഴിഞ്ഞു എന്നൊരു സർട്ടിഫിക്കറ്റ് വേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെയുള്ള കേസ് അത്തരം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഏത് ഡോക്ടറാണോ ആ രോഗിയെ ട്രീറ്റ് ചെയ്യുന്നത്, ഏത് സിസ്റ്റത്തിലെ ഡോക്ടറാണോ അവർ തന്നെ വേണം കൊടുക്കാൻ. അത് വേറെ ഡോക്ടർ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ്, 10,000 രൂപയാണ് പിഴ. മനഃപൂർവ്വമായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ അയാളുടെ മനുഷ്യാവകാശ ലംഘനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ശിക്ഷാർഹമാണ്. ഞാനിപ്പം ഒരു ഡോക്ടർ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളുടെ ട്രാൻസ്മിഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്തെന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇവനെ ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് തരാൻ പറ്റത്തില്ല. തരണമെങ്കിൽ അതിന് എനിക്ക് ഇത്ര പൈസ വേണമെന്നോ അല്ലെങ്കിൽ ഫീസ് വേണം, അല്ലെങ്കിൽ ഫീസ് ഇല്ലാത്തതുകൊണ്ട് തരികയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ. ഇനി അതല്ല, ഇപ്പൊ ഡോക്ടർ പറയാണ് നിന്റെ ട്രാൻസ്മിഷൻ പീരീഡ് കഴിഞ്ഞിട്ടില്ല, 2 ദിവസം കൂടെ ഉണ്ട്, ആ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നീ വന്നോളൂ തരാന്ന് പറയുന്നത്. ഇവൻ എന്ത് ചെയ്തു, വേറെ ഡോക്ടറെ കണ്ടിട്ട് ഒരു കൺസൾട്ടന്റ് ഫീ ഒക്കെ കൊടുത്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പോവാണ്. ആ ഡോക്ടർക്ക് 10,000 രൂപ വരും. എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ തന്നെ വേണം അതിനകത്ത് കൊടുക്കാൻ. ഏത് സിസ്റ്റത്തിന്റെ ആണെങ്കിലും അത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ തന്നെ കൊടുക്കണം. എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ഓർഡിനൻസിനകത്ത് ഇത് അലോപ്പതി ഡോക്ടർമാർക്ക് മാത്രം പറഞ്ഞിരുന്ന അധികാരമായിരുന്നു. പക്ഷെ എന്തായാലും നമ്മുടെ പുതിയ നിയമമായി വന്ന സമയത്ത് അത് നമ്മുടെ 2021 കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏതൊരു സിസ്റ്റത്തിലെ മെഡിക്കൽ പ്രാക്ടീഷണർക്ക് കൊടുക്കാന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സെക്ഷൻ 34 പറഞ്ഞിരിക്കുന്നത് കുടിവെള്ളത്തിന്റെയും ഫുഡിന്റെയൊക്കെ നിയന്ത്രണമാണ് പകർച്ചവ്യാധിക്ക് കാരണമാകുന്ന സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ അത്തരം ഇതാണ്. 35 പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു രോഗി അയാളെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമാണ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ആദ്യം പറഞ്ഞാൽ ഇറങ്ങി നടക്കുകയാണ് ഇയാൾ ട്രീറ്റ് ചെയ്യാതെ, അപ്പൊ പബ്ലിക് സേഫ്റ്റിനെ അഫക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇയാളെ ഹോസ്പിറ്റലൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഇയാൾക്ക് ട്രീറ്റ്മെന്റ് ബന്ധുക്കൾ ഡിനേ ചെയ്യുന്നു, ഇയാളെ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകുന്നില്ല, ഇയാളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. ചില വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊക്കെ ചിലർ ചിലപ്പം പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കും, ഡോക്ടറെ കാണിക്കാതെ ഒരു സിസ്റ്റത്തിലും പോകാതെ ഇരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ പോലീസ് ഇടപെട്ടൊക്കെ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് മലപ്പുറത്തുനിന്ന് ഒരു ഗർഭിണീനെ പോലീസ് ഇടപെട്ട് ഷിഫ്റ്റ് ചെയ്ത സാഹചര്യമൊക്കെ നമുക്കറിയാം. തിരുവനന്തപുരത്ത് അറിയാം വിവാദമായിട്ട് കഴിഞ്ഞാണ് അമ്മയും കുഞ്ഞും മരിച്ച കേസൊക്കെ നമുക്കറിയാം, ഡോക്ടറെ കാണാൻ പോകാതെ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഷ്യന്റിനെ നമുക്ക് ബലമായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ഇതിനകത്തുണ്ട്. സെക്ഷൻ 36 പറഞ്ഞിരിക്കുന്ന മറ്റുള്ളവർക്ക് എക്സ്പോഷർ കൊടുക്കുന്നത് ശിക്ഷാർഹമാണ്. ഒരു രോഗം പകർത്തുന്ന ഒരാള് അത് മറ്റുള്ളവർക്ക് എക്സ്പോഷർ ഉണ്ടാക്കുന്ന ശിക്ഷാർഹമാണ്. ഇപ്പൊ ചിക്കൻ ബോക്സ് എല്ലാവരും ഇറങ്ങി നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ടൈഫോയിഡ് ഉള്ള കാരിയർ ഫുഡ് ഹാൻഡലർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം അതിന്റെ ട്രാൻസ്മിഷൻ പീരീഡിലുള്ള ഒരാള് ഫുഡ് കൈകാര്യം ചെയ്യുന്നു, അപ്പൊ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രീതിയിലുള്ള കണ്ടാജിയസ് ഡിസീസ് ഉള്ള ഒരാള് അത് പകരുന്ന രീതിയിലുള്ള പെരുമാറ്റം, ഇതൊക്കെ ഇതിനകത്ത് കുറ്റകരമായിട്ടുള്ള കാര്യമായിട്ട് വന്നിരിക്കുന്നു. 37 പറഞ്ഞിരിക്കുന്ന പകർച്ചവ്യാധി ഉള്ള ഒരാള് ഒരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയും അയാൾ ആ തൊഴിൽ തുടരുന്നത് കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് പകർച്ചവ്യാധി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും ശിക്ഷാർഹമാണ്. അപ്പൊ അയാളെ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ആവശ്യപ്പെടാം. അത് തൊഴിലുടമസ്ഥരോടും പറയാം, വ്യക്തിയോടും പറയാം. അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം രണ്ടാൾക്കും ശിക്ഷാർഹമായിട്ടുള്ളതാണ്. നെക്സ്റ്റ് സൈഡ് 39 പറയുന്നത് ഈ പകർച്ചവ്യാധി ഉള്ള ഒരു സ്ഥലത്ത് അവിടെ പ്രവേശിക്കാനും നടപടി എടുക്കാനുള്ള അധികാരമാണ്.
സെക്ഷൻ 39 അനുസരിച്ച് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കോ ഓതറൈസ്ഡ് ഓഫീസർ ആയിട്ടുള്ള, അതായത് ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കോ സെക്ഷൻ 39 അനുസരിച്ച് എവിടെയും പ്രവേശിക്കാനും പരിശോധിക്കാനും നടപടി എടുക്കാനുള്ള അധികാരം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 40 പറയുന്നത് ഏതെങ്കിലും ഫുഡ് ഹാൻഡ്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ അടച്ചുപൂട്ടാനുള്ള ഒരു പ്രൊവിഷനാണ്. അത്തരം പകർച്ചവ്യാധികളുടെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ. സെക്ഷൻ 41 വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും പകർച്ചവ്യാധിയുള്ള ഒരാള് അയാൾ ഉപയോഗിച്ച ഡ്രസ്സ്, ഇപ്പൊ നമ്മുടെ IP ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് അത് വരത്തുള്ളൂ, OP ഉള്ള ക്ലിനിക്കുകളിൽ വരത്തില്ല. ഇപ്പൊ 3 സിസ്റ്റത്തിന്റെ IP ഉള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഇൻഫെക്ഷ്യസ് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സിലൂടെയോ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന വസ്തുക്കളിലൂടെയോ പകർച്ചവ്യാധി പകരാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ഡിസിൻഫെക്ഷന് ശേഷം മാത്രമേ പബ്ലിക് ലോണ്ടറിയിലൊക്കെ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ടുള്ള നിർദ്ദേശം പാലിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷാർഹമാണ് സെക്ഷൻ 41 പറയുന്നു. അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നമുക്ക് കൊടുക്കാനും അത് പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. സെക്ഷൻ 42 പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു, ഏതെങ്കിലും ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം. പകർച്ചവ്യാധി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കോവിഡിന്റെ സമയത്തൊക്കെ എമർജൻസി ഡിക്ലെയർ ചെയ്തിരുന്നു. അപ്പം കൂടുതലായിട്ട് ഗ്യാതറിംഗ് ഉണ്ടെങ്കിൽ 500 രൂപയാണ് ശിക്ഷ. ഇവിടെ 500 മാറി 25,000 ആണ്. ഇപ്പൊ 50 പേര് മാത്രം പങ്കെടുക്കാവുന്ന ഒരു റെസ്ട്രിക്ഷൻ ഉള്ള ഒരു സാഹചര്യത്തിൽ 100 പേര് ഒരു കല്യാണത്തിന് പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര ലക്ഷങ്ങളാണ് ഫൈനായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഈ ആക്ടിനകത്ത് കുറച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ 45 പറഞ്ഞിരിക്കുന്നത് റോഡ് ആൻഡ് കൺട്രോളിനും ഒക്കെയുള്ള പ്രൊവിഷൻസ് ആണ്. അതായത് തെരുവ് നായ്ക്കളും അതുപോലെ എലികളും പെറ്റുപെരുകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് ശിക്ഷാർഹമാണ്. നമുക്കറിയാം കോവിഡ് വന്നതിന് ശേഷം ഈ പെറ്റ്സിനെ വളർത്തുന്ന ശീലം കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗാർഡനിങ്ങും. അപ്പൊ പൂച്ചയാണെങ്കിലും നായ്ക്കളാണെങ്കിലും അങ്ങനെ പെറ്റ്സിനെ വളർത്തുന്നുണ്ടെങ്കിൽ അതിന് നിർബന്ധമായിട്ട് അതിന് വാക്സിനേഷൻ എടുക്കണം. അങ്ങനെ അത്തരം വാക്സിൻ എടുത്തില്ലെങ്കിൽ 2000 രൂപയാണ് അതിനകത്ത് പിഴ. അപ്പൊ പെറ്റ്സിന് വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ 2000 രൂപ ശിക്ഷയായിട്ട് കിട്ടാവുന്നതാണ്. സെക്ഷൻ 48 പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും പകർച്ചവ്യാധികൾക്ക് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വയലേറ്റ് ചെയ്താലുള്ള ശിക്ഷയാണ്. ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പം അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഗൈഡ് ലൈൻസോ പ്രോട്ടോകോളോ കൊണ്ടുവരാനുള്ള അധികാരം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഓരോ സിസ്റ്റത്തിനും സെപ്പറേറ്റ് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ അങ്ങനെ നിലവിലൊരു ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസോ പ്രോട്ടോകോളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വയലേറ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസീസ് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപയാണ് അതിന്റെ ശിക്ഷയായിട്ട് വരാവുന്നത്. 49 പറഞ്ഞേക്കുന്നത് സ്റ്റുഡൻസ് ഹോസ്റ്റലും മറ്റും പരിശോധിക്കാനും അവിടെ പകർച്ചവ്യാധി ഇല്ലെന്നുള്ള സാഹചര്യങ്ങൾ ഉറപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. സെക്ഷൻ 50 പറഞ്ഞിരിക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വന്നിരിക്കുന്നത്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിനകത്ത് ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെ കളക്ട് ചെയ്യണം, എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യണം, എങ്ങനെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ. അപ്പൊ അതിനെ മറികടക്കുന്നില്ല. പക്ഷെ ഈ മാനദണ്ഡങ്ങൾ പലപ്പോഴും ചിലപ്പോൾ പാലിക്കപ്പെടാത്തതായിട്ട് സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്നിച്ച് കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫിന് ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ അവരിതെല്ലാം കൂടെ ഒന്നിച്ചായിരിക്കും കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരം ഇതുകൊണ്ടൊക്കെ ചിലപ്പോൾ സംഭവിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് സെക്ഷൻ 50 പറഞ്ഞിരിക്കുന്നത്. അത്തരം വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ 10,000 മുതൽ 50,000 രൂപ വരെയാണ് ശിക്ഷ. ഒപ്പം നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യാം മറ്റു പ്രോസിക്യൂഷൻ നടപടിക്കായിട്ട്. സെക്ഷൻ 51 പറഞ്ഞാൽ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏതെങ്കിലും ബ്ലഡ് ബോൺ ഡിസീസ് പകരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രോപ്പർ സ്ക്രീനിങ് ഇല്ലാതെ ബ്ലഡ് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് up to 25,000 ആണ്. അടുത്ത അധ്യായം എന്ന് പറഞ്ഞാൽ വെക്ടർ കൺട്രോൾ ആണ്, 8ാമത്തെ അധ്യായം. അപ്പോൾ നമുക്ക് വെക്ടർ കൺട്രോളിന് വളരെ ഫലപ്രദമായ പ്രൊവിഷൻസ് ഇതിനകത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നം ഡെങ്കി ഫീവർ ആണ്. അതിന്റെ സീസൺ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ ഫലപ്രദമായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതിൽ ഓരോ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ചുമതലയുള്ള ഏരിയയിൽ കൊതുകിന്റെ പ്രജനന തോത് അത് സേഫ് ആയിട്ട് നിലനിർത്തേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചില അധികാരങ്ങളാണ് 53 കൊടുത്തിരിക്കുന്നത്. 53 1 മുതൽ 6 വരെയുള്ള ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അവര് ഓരോ വീടുകളിലും എപ്പോൾ വേണമെങ്കിലും പരിശോധിച്ചിട്ട് അതിന് ഏതെങ്കിലും വീഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിനകത്ത് ഒന്ന്, ഇപ്പൊ കൊതുകുകൾ പരിശോധന നടത്തുന്ന സമയത്ത് കൊതുക് പ്രജനനത്തിന് സഹായിക്കുന്ന രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. മറ്റൊന്ന്, അല്ലെങ്കിൽ ഈ മണലീച്ചകളോ അല്ലെ അതുപോലെയുള്ള സാധനങ്ങളുടെ രീതിയിൽ ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. മറ്റൊന്ന്, ഏതെങ്കിലും രീതിയിലുള്ള പൊതുജനാരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ
ചെള്ളുകളൊക്കെ മൃഗങ്ങളിലൊക്കെ ഇപ്പൊ നമുക്കറിയാം സ്ക്രബ് ടൈഫസ് ഒക്കെ എത്രയോ ജീവൻ ഓരോ വർഷം എടുക്കുന്നുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലാണ് മൂന്നാമത്തേത്. നാലാമത്തേത് ഇപ്പൊ സ്ക്രബ് ടൈഫസ് ഉണ്ടാകുന്ന രീതിയിൽ പ്രദേശത്ത് ഇപ്പൊ കുറ്റിക്കാടുകളൊക്കെ വളരുന്ന രീതിയിലോ ഒക്കെ രീതിയിലൊക്കെ വീടിന്റെ പരിസരം വൃത്തികേടാക്കിയിടുക. അതുപോലെ അഞ്ചാമത്തേത് നമ്മളുടെ ഈ തോട്ടത്തിലെയൊക്കെ ചിരട്ടകളൊക്കെ സേഫായിട്ട് കമഴ്ത്തി വെക്കുകയോ അല്ലെങ്കിൽ അവിടെ കൊതുക് വളരുന്ന സാഹചര്യം ഇല്ലാന്ന് ഉറപ്പിക്കുകയോ ചെയ്യാം. ആറാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഏതെങ്കിലും നിർദ്ദേശം ഇതിന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ട് അത് ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ശിക്ഷാർഹമാണ്. ഓരോന്നും 10,000 രൂപ വെച്ച് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ പരിസരത്ത് കൊതുകിന്റെ ഒരു ഉറവിടം ഉണ്ടെങ്കിൽ തന്നെ 10,000 രൂപ പിഴ കിട്ടാവുന്നതാണ്. നേരത്തെ ഓൾറെഡി അത് അങ്ങനെ നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് 20,000 ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പം ഈ ആക്ടിന്റെ ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ നമ്മളൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. ആദ്യം തൃശ്ശൂരും എറണാകുളം ജില്ലയിലും ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസർ പബ്ലിക് നോട്ടീസ് ഇറക്കിയിരുന്നു എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്. കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ ശിക്ഷാർഹമാണ്, 15,000 രൂപ വെച്ചാണ്. അപ്പൊ അതുകൊണ്ട് വീടുകളൊക്കെ സുരക്ഷിതമാക്കണമെന്ന് പബ്ലിക് നോട്ടീസ് ഇറക്കിയിരുന്നു. അത് മീഡിയയിൽ കൊടുത്തു. അതുപോലെ തന്നെ വീടുകളിൽ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു വരുന്നു. അതിനുശേഷം ഞങ്ങളിപ്പം തൃശ്ശൂർ ജില്ലയിൽ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു. അന്ന് ജില്ലയിൽ മൊത്തം പരിശോധന നടത്തി. നല്ല മഴയായിരുന്നുകൊണ്ട് പരിശോധന ടീമുകൾക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. എന്നിട്ട് പോലും 64 ആളുകൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഈ ആക്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ആക്ട് അനുസരിച്ച് ഇപ്പം പ്രോസിക്യൂഷൻ നടപടി വരുന്നത്. പക്ഷെ നമ്മൾ ആദ്യത്തെ പ്രാവശ്യമായിട്ട് ഒരു വാണിംഗ് എന്നുള്ള നിലയിൽ ഒരു വകുപ്പ് മാത്രമാണ് ഇടാൻ പറഞ്ഞിരിക്കുന്നത്. 10,000 രൂപ മാത്രം ശിക്ഷ കിട്ടാവുന്ന ഒരു വകുപ്പ് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ നമ്മൾ ചട്ടങ്ങൾ വരാത്തതുകൊണ്ട് കോമ്പൗണ്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കോടതി വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത ദിവസം തന്നെ എറണാകുളം ജില്ലയിലും ക്യാമ്പയിൻ വരുന്നുണ്ട്. ഓരോ ജില്ലയിലും അതനുസരിച്ച്, കാരണം അതൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്, ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ നമ്മള് സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് പലരും തല പോകുന്നോ അല്ലെങ്കിൽ ജീവൻ പോകുന്നോ പേടിച്ചിട്ടൊന്നുമല്ല, പോലീസിനെ പേടിച്ചിട്ടാണ്. കാരണം നിയമത്തെ പേടിച്ചിട്ടാണ്. ഇവിടെ നമ്മള് ഡിപ്പാർട്ട്മെന്റിനെയോ ആരെയല്ല പേടിക്കുന്നത്, നിയമത്തെയാണ് പേടിക്കുന്നത്. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഓരോരുത്തർക്കും ബാധകമായിട്ടാണ്, നമ്മുടെ ഓരോരുത്തരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, ഒരു പകർച്ചവ്യാധി ഇല്ലാത്ത ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകതയായിട്ട് വന്നേക്കുന്നത്. ഇപ്പൊ സെക്ഷൻ 54 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഫൈൻ ഇട്ട് കഴിഞ്ഞാലും അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നോട്ടീസ് കൊടുക്കണം. അങ്ങനെ അത് കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സെക്ഷൻ 55 അനുസരിച്ച് നമുക്ക് തന്നെ നേരിട്ട് അത്തരം വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ വർക്കുകൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസും ആക്ടിനകത്തുണ്ട്. അത് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് വേറെ പിഴ വരും. ഇനി അതല്ല, ഉദ്യോഗസ്ഥന്മാരെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഡ്യൂട്ടി ഒബ്സ്ട്രക്ഷൻ എന്നുള്ള വകുപ്പ് IPCയിലെ പ്രൊവിഷൻസും കൊണ്ട് അതിനകത്ത് കയറി വരും. അടുത്ത 9ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗാദറിങ്സും ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ വേറൊന്നുമില്ല, അത്തരം ഇതൊക്കെ നടത്തുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായിട്ടുള്ള കുടിവെള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെല്ലാം ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ ശിക്ഷാർഹമായ കാര്യങ്ങളൊക്കെ മാത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് അധ്യായം 10ാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ചില വൾണറബിൾ ഗ്രൂപ്പിനായിട്ടുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്, അത് വയസ്സായ ആൾക്കാർക്ക്, അവർ ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അത്തരം ആൾക്കാർക്ക് അവരുടെ സപ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നാണ് അതിനകത്ത് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 11ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ NCD ആയിട്ട് ബന്ധപ്പെട്ട നോൺ കമ്മ്യൂണിക്കൽ ഡിസീസ്. എനിക്ക് തോന്നുന്നത് അതിനകത്ത് ചില ഇന്റഗ്രേഷൻ, അത് ഹോമിയോയെക്കാളും ഉപരി ആയുർവേദം എനിക്ക് തോന്നുന്നു എടുത്തുകൊണ്ട്, കാരണം യോഗ പോലെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. യോഗയൊക്കെ നമുക്കറിയാം ആയുർവേദത്തിന്റെ ഒരു പാർട്ടാണ്. അതുപോലെ എക്സസൈസ് പ്രൊമോട്ട് ചെയ്യണം. NCD കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എയർലി സ്ക്രീനിങ്ങും ക്യാമ്പുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ള ചില കാര്യങ്ങൾ അതിനകത്താണ്. അതിനകത്ത് പീനൽ പ്രൊവിഷൻസ് ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ലാസ്റ്റ് അധ്യായം എന്ന് പറഞ്ഞാൽ അതിന്റെ മിസലേനിയസ് ചാപ്റ്റർ ആണ്. അതിൽ സെക്ഷൻ 63 പറഞ്ഞിരിക്കുന്ന മീറ്റിംഗ് എങ്ങനെ കൂടണം എന്നുള്ളതാണ്. നമ്മുടെ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയുടെ മീറ്റിങ്ങുകൾ എങ്ങനെ കൂടണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടാനായിട്ട് പറഞ്ഞിരിക്കുന്നത് എല്ലാ 3 മാസത്തിലൊരിക്കലും നിർബന്ധമായിട്ട് കൂടണം. ഇനി 3 മാസത്തിൽ താഴെ ഉള്ള കാലാവധിയിൽ ചിലപ്പോൾ നമുക്ക് കൂടേണ്ടി വരും. കാരണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പം ഒരു അപ്പീൽ തന്നു, ഒരു വലിയൊരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, അവിടെ നോട്ടീസ് കൊടുത്തു. അപ്പൊ നോട്ടീസ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിക്ക് ഒരു അപ്പീലായിട്ട് വന്നാൽ ചിലപ്പോൾ കൂടേണ്ടി വരും. അപ്പൊ അതിൽ ചിലപ്പോൾ ഓഫ്ലൈൻ ആയിട്ടൊക്കെ കൂടണം നിർബന്ധമൊന്നുമില്ല, ഓൺലൈൻ ആയിട്ട് വേണമെങ്കിലും കൂടാം. എന്തായാലും അത് അധ്യക്ഷന്റെ അനുവാദത്തോട് കൂടിയിട്ട് നിശ്ചിത സ്ഥലത്താണ് കൂടേണ്ടത്. അപ്പൊ അതിനകത്ത് കോറം എത്രയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും അതിന്റെ ചട്ടങ്ങൾ വന്നാലാണ് കോറം മിനിമം എത്ര വേണമെന്നുള്ളത്. ഇപ്പൊ അതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ മാർച്ച് 14-ാം തീയതി സ്റ്റേറ്റ് കമ്മിറ്റി കൂടി. ജില്ലകളിൽ മിക്കവാറും ഓരോ ജില്ലകളിലും ജില്ലാതല കമ്മിറ്റികൾ കൂടി വരുന്നു. പ്രാദേശിക സമിതികളും അടിയന്തരമായിട്ട് വിളിച്ചുകൂട്ടാൻ പറയുന്നുണ്ട്. പക്ഷെ കോറത്തിന്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ സ്ട്രിക്റ്റ് ആകുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ ചട്ടങ്ങൾ വരേണ്ടതുണ്ട്, അത് വരും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഓരോ കമ്മിറ്റിയിലും
ആരൊക്കെയാണ് പങ്കെടുക്കുക എന്നുള്ള കമ്മിറ്റിയുടെ അംഗങ്ങളുണ്ട്. അത് കൂടാതെ നമ്മളുടെ 63(4) ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വിഷയ വിദഗ്ധരെ ക്ഷണിക്കാം. ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വിഷയ വിദഗ്ധന്മാർ, ഇപ്പം പ്രാദേശികമായിട്ടുള്ള സമിതിയിലൊക്കെ മിക്കവാറും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വിഷയ വിദഗ്ധന്മാരാണ്. അപ്പൊ അവിടെ ഈ ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് അതിന് ഇന്ന ആളെന്നൊന്നുമില്ല, ആരെ വേണമെങ്കിലും വിളിക്കാം. ഇപ്പം ഒരു മുനിസിപ്പൽ ഏരിയയിൽ ഒരു ആരോഗ്യ സ്ഥാപനമുള്ള ആരോഗ്യ വകുപ്പിന്റെ ഇരിക്കട്ടെ, 2 ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്, 2 ആളെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാം, അംഗങ്ങളാണ്. ഇനി ഒരാൾ അതിനകത്തെ മെമ്പറാണ് എന്നിരിക്കട്ടെ, മെമ്പർ അല്ലാത്ത ഒരാളുണ്ട്. ഇപ്പൊ അവിടെ ഒരു മെഡിക്കൽ കോളേജ്, ഇപ്പൊ ആദ്യം പറഞ്ഞാലും മെഡിക്കൽ കോളേജ് ഉണ്ട്, ഹോമിയോ മെഡിക്കൽ കോളേജ് ഉണ്ട്, അല്ലെങ്കിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് ഉണ്ട്. അതിന്റെ പ്രിൻസിപ്പാളിനെ വിഷയവിദഗ്ധനായിട്ട് ഇതിനകത്തേക്ക് ക്ഷണിക്കുന്നതിന് തടസ്സമില്ല. അപ്പൊ ഈ 63(4) വിഷയവിദഗ്ധരായിട്ട് ആരെ വേണമെങ്കിലും പരിഗണിക്കാൻ പറ്റും. അത് മറ്റു വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെ ആകാം, അല്ലെങ്കിൽ വകുപ്പിന് പുറത്തുള്ളവരെ ആകാം. അത് അധ്യക്ഷന്റെ അനുവാദത്തോട് കൂടിയിട്ട് അവരെ ക്ഷണിതാക്കളാക്കാം, അവര് കമ്മിറ്റിയിൽ പങ്കെടുക്കാം. അപ്പൊ അവര് പങ്കെടുക്കുകയും ചർച്ചയിലൊക്കെ പങ്കെടുക്കാം. മിനിറ്റ്സിൽ ഒപ്പിടുമ്പോൾ അവര് വിഷയ വിദഗ്ധർ എന്നുള്ള രീതിയിൽ വേണം ഒപ്പിടാനായിട്ട്. പക്ഷെ ഒരു അജണ്ട വോട്ടിനിട്ട് തീരുമാനിക്കുന്ന സമയത്ത് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടാകത്തില്ല. അത് നമ്മൾ ആദ്യം പറഞ്ഞ ആ കമ്മിറ്റി അംഗങ്ങൾക്ക് മാത്രമായിരിക്കും. പക്ഷെ ഇവർക്ക് മിനിറ്റ്സിൽ ഒപ്പിടുന്നതിന് തടസ്സമൊന്നുമില്ല. അങ്ങനെ അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനകത്ത് യാതൊരു നിയമ തടസ്സവും അതിനകത്തില്ല. 64 നോട്ടീസ് എങ്ങനെ കൊടുക്കണം, മറ്റു കാര്യങ്ങളൊക്കെയാണ്. 65 ശിക്ഷയാണ്. ഇതൊരു ഓരോന്നിനും അതിന് കിട്ടാവുന്ന ശിക്ഷ നമ്മളിപ്പോ ഓരോ സ്ലൈഡിലും ശിക്ഷ പറഞ്ഞു, അതൊരു ഷെഡ്യൂളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യ പ്രാവശ്യമാണ് ആ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ കൊടുക്കുക. സബ്സിക്വന്റ് ഒഫൻസിൽ ആ ഷെഡ്യൂളിൽ ലാസ്റ്റ് കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇരട്ടിയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഡ്രെയിനേജിലേക്ക് ഓടയിലേക്ക് മലിനജലം ഒഴുക്കുകയാണെങ്കിൽ 15,000 മുതൽ 30,000 രൂപയാണ് പിഴ എന്ന് പറഞ്ഞു. ഇത് 1 ടൈം ആദ്യത്തെ പ്രാവശ്യമാണ്. സബ്സിക്വന്റ് ഒഫൻസ് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, 60,000 രൂപയായിട്ട് മാറും. കാരണം 30,000 ആണ് അതിന്റെ ലാസ്റ്റ്, അതിന്റെ ഇരട്ടി എമൗണ്ട് ആയിരിക്കും അതിന്റെ പിഴയായിട്ട് വരാവുന്നത്. 66 പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കോഗ്നിസൻസ് ഓഫ് ഒഫൻസ് ആണ്, ഇതിന്റെ കുറ്റവിചാരണ എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാരപരിധി ഉയർത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ 2 ലക്ഷം വരെയുള്ള ശിക്ഷ കിട്ടാവുന്ന കേസുകളാണ്ട് അധികാരപരിധി ഉയർത്തിയില്ലെങ്കിൽ അത് JFCM കോടതിക്ക് അതിനകത്ത് ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആർക്കൊക്കെ പരാതി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർമാർക്കോ ചുമതലപ്പെടുത്തി സെക്ഷൻ 66 അനുസരിച്ച് ചുമതലപ്പെടുത്തി ആർക്ക് വേണമെങ്കിലും അതിനകത്ത് നിയമ നടപടി സ്വീകരിക്കാനായിട്ട് യാതൊരു തടസ്സവും ഇതിനകത്ത് വരുന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ പഞ്ചായത്ത് ഏരിയയില് ഒരു വ്യാജ ഹോമിയോ ഡോക്ടർ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഹോമിയോ ഡോക്ടറൊക്കെ ആകുമ്പോൾ അതിന്റെ ടെക്നിക്കൽ എക്സ്പേർട്ട് എന്ന് പറയുന്നതിന് ഹോമിയോ മെഡിക്കൽ ഓഫീസർ തന്നെയായിരിക്കും. അദ്ദേഹം ആണത് കണ്ടെത്തിയത്, അദ്ദേഹമാണ് ഇതിനകത്തൊരു പരാതിയായിട്ട് വന്നേക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തെ വേണേൽ ചുമതലപ്പെടുത്താം. സെക്ഷൻ 66 അനുസരിച്ച് അയാൾക്ക് മറ്റേ ആൾക്കെതിരെ നടപടിയായിട്ട് കോടതിയിൽ പോകാനായിട്ട് ഇതിന്റെ പ്രൊവിഷൻസ്. അപ്പൊ ഇന്ന ആളെന്നൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് സെക്ഷൻ 66 അനുസരിച്ച് ചുമതലപ്പെടുത്തുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും അതിനകത്ത് കോടതിയിൽ നിയമ നടപടി സ്വീകരിക്കാൻ അധികാരമുണ്ട്. 68 പറഞ്ഞിരിക്കുന്ന ഇതിന്റെ കോമ്പൗണ്ടിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചട്ടങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഇതിലെ കുറ്റങ്ങൾ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 3 വകുപ്പുകൾ ഒഴികെ ബാക്കിയെല്ലാം കോമ്പൗണ്ട് ചെയ്യാം. 3 വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ തടവ് കിട്ടാവുന്നതാണ്. ഇനി ഇതിന്റെ അപ്പീലാണ്. സെക്ഷൻ 69 അപ്പീൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അപ്പീലിനകത്ത് താഴെ തലത്തിലെടുക്കുന്ന എല്ലാ കേസിന്റെയും അപ്പീലേറ്റ് അതോറിറ്റി എന്നത് ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ബോർഡുകളാണ്. അപ്പൊ ജില്ലാ ബോർഡിന് വലിയൊരു ഹെവി ഡ്യൂട്ടി വരും. കാരണം ആ ജില്ലയിലെ കംപ്ലീറ്റ് താഴെ തലത്തിൽ എടുക്കുന്ന കേസുകളുടെ അപ്പീൽ പരിഗണിക്കേണ്ടി വരുന്നത് ആ ബോർഡാണ്. പക്ഷെ താഴത്തെ ബോർഡിന്, ലോക്കൽ പബ്ലിക് ഹെൽത്ത് ബോർഡിന് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. അവർക്ക് പക്ഷേ പബ്ലിക് ന്യൂസൻസിന്റെ നോട്ടീസിന്റെ കാര്യത്തിലൊക്കെ ഇടപെടാനുള്ള അധികാരം, ഇതിന്റെ മോണിറ്ററിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അപ്പീൽ കൊടുത്തിരിക്കുന്നത് ജില്ലാ ബോർഡുകൾക്കാണ്. ജില്ലാ തലത്തിൽ അതിൽ തീരുമാനമായില്ലെങ്കിൽ, അടുത്ത സ്ലൈഡ്, സെക്ഷൻ 70 അനുസരിച്ച് അവർക്ക് സ്റ്റേറ്റ് ബോർഡ് മുമ്പാകെ റിവിഷൻ കൊടുക്കാം. അപ്പം ജില്ലാതലത്തിൽ തീരുമാനമാകാത്തത് സ്റ്റേറ്റ് ബോർഡാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. സ്റ്റേറ്റ് ബോർഡിന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഗവൺമെന്റിലേക്ക് പോകും. ഗവൺമെന്റ് ആയിരിക്കും ഫൈനലായിട്ട് അതിനകത്തൊരു തീരുമാനം എടുക്കുന്നത്. പിന്നെ സെക്ഷൻ 71 പറഞ്ഞിരിക്കുന്നത് ഈ നിയമം അനുസരിച്ച് ഏതെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ സിവിൽ കോടതികൾക്ക് ഇടപെടാൻ പാടില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒരു പരിശോധന നടക്കുമ്പോൾ ഉടനെ ഒരു ഇഞ്ചക്ഷൻ ഓർഡർ കൊണ്ട് വരും, അങ്ങോട്ട് പ്രവേശിക്കുന്ന വിലക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ. അതിനൊന്നും കഴിയില്ല. അതുകൊണ്ട് സിവിൽ കോടതികളുടെ അധികാരങ്ങൾ ഇതിനകത്ത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 72 പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുള്ള പ്രൊട്ടക്ഷൻ. ഇപ്പൊ ചെറിയൊരു പ്രൊസീജിയറൊക്കെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാലും കോടതിയോട് നമുക്ക് ഈ 72 ആനുകൂല്യത്തിനായിട്ട് നമുക്ക് പ്രേ ചെയ്യാനായിട്ട് കഴിയും. സെക്ഷൻ 73 പറഞ്ഞിരിക്കുന്നത് ഈ ആക്ട് മറ്റ് ആക്ടുകളെ ഒന്നും മറികടക്കുന്നില്ല. അതായത് നമുക്കറിയാം, ഇതിനകത്ത് ഇപ്പം ചില പ്രൊവിഷൻസ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിൽ കവർ ചെയ്യുന്ന സാധനങ്ങളാണ്. ചിലത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ചില പ്രൊവിഷൻസ് അതേ രീതിയിൽ സമാനമായിട്ട് വരുന്നതാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആക്ട് നമ്മൾ എപ്പോഴും മറ്റ് നിയമങ്ങൾക്ക് ഭംഗം വരുത്തുന്ന രീതിയിലായിരിക്കും ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാതെ വേണം ചെയ്യാനായിട്ട്. 76 ഇതിന്റെ പവർ ഓഫ് എൻട്രി ആണ്. ഇതിനകത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗേറ്റ് 2 മുതൽ മുകളിലേക്ക് പ്രായമുള്ള ഏതൊരു ഉദ്യോഗസ്ഥനും എവിടെയും പ്രവേശിക്കാനും പരിശോധിക്കാനുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 77 പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പിഴ ഈടാക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ ഏതെങ്കിലും കുറ്റത്തിന് ഇതനുസരിച്ച് പിഴ ഈടാക്കുന്ന ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അതേ കുറ്റത്തിന് വേറെ ഏതെങ്കിലും അതോറിറ്റി പിഴ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മാലിന്യം വലിച്ചെറിയുന്ന കേസ് നമ്മളത് കണ്ടെത്തുന്നതായിരിക്കും. പഞ്ചായത്തിന്റെ സ്ക്വാഡ് വന്ന് പഞ്ചായത്ത് സെക്രട്ടറിനെ പിഴ ഇട്ടതേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഫയൽ പ്രോസസ്സിങ്ങിലായിരിക്കും. അത്തരം കേസുകൾ 2 ശിക്ഷ വരാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. സെക്ഷൻ 78 പറഞ്ഞിരിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ഫണ്ടിന്റെ കാര്യമാണ്. അതായത് ഈ ആക്ടിനനുസരിച്ച് വരുന്ന ചട്ടങ്ങളിൽ നമ്മൾ ഈ നിയമം അനുസരിച്ച് ഈടാക്കുന്ന കംപ്ലീറ്റ് പിഴകളും വലിയ എമൗണ്ടുകളാണ് വരുന്നത്. അതൊരു പ്രത്യേക അക്കൗണ്ട് താഴെ തലത്തിൽ തുടങ്ങിയിട്ട് അക്കൗണ്ടിലേക്കാണ് ഇടേണ്ടത്. ആ അക്കൗണ്ടിൽ വരുന്ന പൈസ അതാത് ലോക്കൽ ബോഡി ഏരിയയിൽ പകർച്ചവ്യാധി പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയായിരിക്കണം അക്കൗണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചട്ടങ്ങൾ വരുമ്പോൾ ആണ് തീരുമാനിക്കാം. അതനുസരിച്ച് എന്തായാലും ഒരു പഞ്ചായത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫണ്ടുകൾ കംപ്ലീറ്റ് ആ പഞ്ചായത്തിൽ തന്നെ ചെലവഴിക്കാൻ കഴിയും. മിക്കവാറും അതിന്റെ ചട്ടങ്ങൾ വരുമ്പോഴത്തേക്കും ആ പബ്ലിക് ഹെൽത്ത് ബോർഡിനായിരിക്കും മിക്കവാറും അത്തരം അധികാരങ്ങൾ കൊടുക്കുന്നത്. ഞാനത് പറയാൻ കാരണം അതിന്റെ ഈ റൂൾ ഉണ്ടാക്കുന്ന കമ്മിറ്റിയിലേക്ക് എൻ്റെ പേരും കൂടെ പോയിട്ടുണ്ട് ഗവൺമെന്റിലേക്ക്. അപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു ഐഡിയ അത് പബ്ലിക് ഹെൽത്ത് ബോർഡിന്റെ തീരുമാനം അനുസരിച്ച് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കാതെ ബോർഡിൽ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഇപ്പം ചില മേഖലകളിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഇപ്പം പാലിയേറ്റീവിനകത്ത് 3 സിസ്റ്റവും പ്രവർത്തിക്കാറുണ്ട്, വരാറുണ്ട്. അങ്ങനെ ഓരോ മേഖലകളും ഉണ്ട്, നമുക്ക് ഒന്നിച്ചു പോകാവുന്ന പല മേഖലകളുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്കത് സംയുക്തമായിട്ട് പോകാനില്ല. അപ്പൊ ആ ഫണ്ട് ബോർഡിന്റെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ. അപ്പൊ ഞാൻ ആ ഒരു സജഷൻ അവിടെ വെക്കുന്നുണ്ട്. എന്തായാലും അത് ചട്ടങ്ങൾ വരുന്ന സമയത്താണ് എങ്ങനെയാ ഫണ്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ. എന്തായാലും അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഏരിയയിൽ മാത്രമായിരിക്കും ആ ഫണ്ട് ഉപയോഗിക്കേണ്ടത്. അത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടായിരിക്കും, കണ്ടിജൻസി ഫണ്ട് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതായിരിക്കും. സെക്ഷൻ 80 പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ലോക്കൽ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ അധികാരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസ് ഉണ്ടാക്കാനായിട്ടുള്ള അധികാരം. സെക്ഷൻ 81 പറയുന്നത് ഗവൺമെന്റിന് ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യം. ഇതിപ്പോ ഈ സ്ലൈഡ് ഇന്ന് നമ്മുടെ ഈ പ്രസന്റേഷന് വേണ്ടി ഉണ്ടാക്കിയ സ്ലൈഡ് എൻ്റെ ലാപ്ടോപ്പിലായിപ്പോയി. അപ്പൊ അത് എനിക്ക് ഇങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞില്ല. ഇത് ഞാൻ റിട്ടയർ ആണതിന് മുമ്പുള്ള സ്ലൈഡാണ്, അതുകൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് കിടക്കുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 30-ാം തീയതി റിട്ടയർ ആയതാണ്. എന്തായാലും ആ സൈഡിലുള്ളതിലും കുറച്ച് മാറ്റങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, എന്തായാലും ഈ വൈകിയ സമയത്ത് എനിക്ക് തോന്നുന്നത് പലരും OP-യുടെ തിരക്കെല്ലാം കഴിഞ്ഞ് പേഷ്യൻസിനെയൊക്കെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ 9 മണി എന്നുള്ള ഇപ്പൊ തന്നെ 9:30 എന്തായാലും വളരെ ക്ഷമയോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുന്നതിനായിട്ട് ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാം. ഇനി അതല്ല ടൈം അധികരിച്ചെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഞാൻ തിരിച്ച് ആ നമ്പറിലേക്ക് തന്നെ എനിക്ക് കളക്ട് ചെയ്തിട്ട് ആരെങ്കിലും അയച്ചു തന്നാൽ അതിന്റെ ഉത്തരം ഞാൻ തയ്യാറാക്കിയിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ സെൻഡ് ചെയ്യാനും എനിക്ക് കഴിയും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒരു 10 മിനിറ്റ് നോക്കിക്കൂടെ? എനിക്ക് പ്രശ്നമില്ല, നോ പ്രോബ്ലം. ഓക്കെ. ഹലോ, നമ്മുടെ ശ്രീ രാജു സാറ് പബ്ലിക് ഹെൽത്ത് ബില്ല് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൻ വൈസ് ഓരോ സെക്ഷൻസും സെപ്പറേറ്റ് എടുത്തുകൊണ്ട് വളരെ വിപുലമായിട്ട് തന്നെ ചെറിയ സമയമാണെങ്കിലും ഒരു വലിയ ക്ലാസ് ആണ് നമുക്ക് എടുത്തു തന്നിരിക്കുന്നത്. ഇതില് സ്വാഭാവികമായും നമുക്കറിയാം ഒരു സ്റ്റേറ്റിന് പബ്ലിക് ഹെൽത്തിൽ അധികാരങ്ങളുണ്ട്. അത് അതിന്റെ ചുമതലയാണ് പബ്ലിക് ഹെൽത്ത് ഭംഗിയെ കൊണ്ടുപോകുന്നുള്ളത്. അത് പ്രകാരം പലപ്പോഴും ഒരു എഡ്യൂക്കേറ്റ് ചെയ്യുക, അതിന്റെ അപ്പുറത്തേക്ക് ഒരു റെഗുലേറ്ററി അപ്രോച്ചും കൂടി ഉണ്ടെങ്കിൽ പലപ്പോഴും കാര്യങ്ങൾ, മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സാഹചര്യത്തിലാണ് പിന്നെ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് പ്രൈവറ്റ് ആയാലും ഇപ്പൊ ഗവൺമെന്റിലെ ഈ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയിൽ വരാൻ പോകുന്ന മെഡിക്കൽ ഓഫീസർമാരടക്കം പലരും ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ നമ്മുടെ ഡോക്ടർമാർക്ക് പല ആശങ്കകളും ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിതിൽ ഹോമിയോപ്പതി ഡോക്ടർമാർ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൂടുതൽ എടുക്കേണ്ടതുണ്ട്. പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയിൽ
കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടതുണ്ട്, കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതല്ലാതെ കുറച്ച് ആൻസൈറ്റീസ് ഒക്കെ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പില് നമ്മുടെ ചാറ്റ് ബോക്സിൽ അധികം ചോദ്യങ്ങളൊന്നും വന്നില്ല. ജീൻ ഡോക്ടറെ പിന്നെ ആർക്കെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ അനുവദിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഒരു കുറച്ച് പേർക്ക് സംശയങ്ങൾ ചോദിക്കാം. അത് ഒരു ചോദ്യം വന്നിരിക്കുന്നത് ആ രോഗനിർണയ വിവരങ്ങൾ നമ്മൾ പബ്ലിക് ഹെൽത്ത് ഓഫീസറെ, ഒരു പ്രൈവറ്റ് ഡോക്ടറോ അല്ലെ ആരെങ്കിലും അറിയിക്കുന്നത് അതിന്റെ ചട്ടങ്ങളൊന്നും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും ഫോർമാറ്റോ കാര്യങ്ങളുണ്ടോ എന്നുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. സർ, അത് വന്നിട്ടില്ല. കാരണം വെച്ചാൽ അതിന്റെ ചട്ടങ്ങൾ വരുന്നതേ ഉള്ളൂ. അപ്പൊ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കാന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും വരുന്നത്. ജസ്റ്റ് മെയിലോ അല്ലെങ്കിൽ വാട്സപ്പിലേലും ഷെയർ ചെയ്യാവുന്ന രീതിയിലുള്ള. അപ്പൊ അതിന് ഓരോ പബ്ലിക് ഹെൽത്ത് ഓഫീസർമാരും അവരുടെ ഏരിയയിലുള്ള മുഴുവൻ ക്ലിനിക്കിലും ആദ്യം ഈ വിവരം എത്തിക്കണം. ഇങ്ങനെ ഇന്ന നമ്പറിൽ അറിയിക്കണം, അല്ല ഇന്ന ഇതിലേക്ക്, എങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയിക്കാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള മാർഗമായിരിക്കും ചട്ടങ്ങളിൽ കൊണ്ടുവരിക. അപ്പൊ നിലവിൽ അത് വന്നിട്ടില്ല. അധികം വൈകാതെ വരും. ഇപ്പൊ നിലവിൽ എന്തെങ്കിലും ചെയ്തു വരുന്നുണ്ടോ? ഇപ്പൊ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റികൾ പലയിടത്തും ഫോം ചെയ്തിട്ടുണ്ട് പല ജില്ലകളിലും. അപ്പൊ ഇപ്പൊ റിപ്പോർട്ടിങ്ങിന് എന്തെങ്കിലും സാഹചര്യം നിലവില് ഇപ്പൊ തൃശ്ശൂർ ജില്ലയില് സാർ ഇപ്പൊ ഇതിനകത്തൊരു സ്റ്റെപ്സ് എടുക്കുന്നത്, DMO'ടേതായിട്ടുള്ള ഒരു കത്ത് തയ്യാറാക്കിയിട്ട് അതിനകത്ത് നോട്ടീസ് അല്ല, ഒരു ഇൻഫർമേഷൻ ലെറ്റർ, ഇങ്ങനെ നിയമത്തിലെ ഇന്ന പ്രൊവിഷൻ അനുസരിച്ച് പകർച്ചവ്യാധികൾ ടൈമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്, ചെയ്തിട്ടില്ല ഇന്ന ശിക്ഷകൾ അതിനകത്തുള്ളതാണ്, ഇത് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കത്ത്, ശിക്ഷ മാത്രമല്ല ബോധ്യപ്പെടുത്തിക്കൊണ്ട ഒരു കത്ത് തയ്യാറാക്കുകയും അതിന്റെ ഏറ്റവും മുകളിൽ ഫ്രം ബ്ലാങ്ക് ഇടും, ഏറ്റവും താഴെ പറയുന്ന ഫോൺ നമ്പറിലോ താഴെ പറയുന്ന മെയിൽ ID-യിലോ നിങ്ങൾക്ക് വിവരങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഏതൊക്കെ അസുഖങ്ങളാണെന്നുള്ള ലിസ്റ്റൊക്കെ വെച്ചിട്ട് ഒരു കത്ത് തയ്യാറാക്കിയിട്ട് ഇവിടുന്ന് എല്ലാ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും മെയിൽ ചെയ്യുകയും ആ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ പ്രിന്റ് എടുത്തിട്ട് അവരുടെ ഏരിയയിലെ പഞ്ചായത്തോ മുനിസിപ്പൽ ഏരിയയിലെ മുഴുവൻ ക്ലിനിക്കും എല്ലാ സിസ്റ്റത്തിനും നേരിട്ട് ചെന്ന് ഇത് എഴുതി കൊടുക്കണം. ഏത് ഫോൺ നമ്പർ, ഏത് മെയിൽ ID, അവിടുത്തെ കൺസേൺ ആയിട്ടുള്ള ഇത് എഴുതി ഒരു ഇൻഫർമേഷന് വേണ്ടി കൊടുക്കാനായിട്ടുള്ള സ്റ്റെപ്സ് ഇപ്പൊ തൃശ്ശൂർ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ഹരീഷ് ഡോക്ടർ ആരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കണേ. ഒരു ഡോക്ടർ ധന്യ കൈപോക്കിയിട്ടുണ്ട്, പിന്നെ ഡോക്ടർ കൃഷ്ണകുമാർ. ഓക്കെ, ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ അമുദ. ഓക്കെ, ധന്യ ഡോക്ടർ പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് ഡോക്ടർ സർ. ഗുഡ് ഈവനിങ് ഡോക്ടർ. എന്റെ സംശയം, നമ്മൾ ഈ ബില്ല് പ്രകാരം രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ലൈസൻസ്ഡ് ഡോക്ടേഴ്സ് ആണ് ഇപ്പൊ നിയമങ്ങളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഓരോന്നും നടപ്പിലാക്കേണ്ടതും അല്ലെങ്കിൽ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതും. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ വ്യാജ പ്രാക്ടീസുകളുള്ള ഏരിയയും കൂടിയാണ് ഹോമിയോപ്പതി, അതുപോലെ തന്നെ മറ്റ് വൈദ്യശാസ്ത്രങ്ങളിലും ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു പ്രിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന പാകപ്പിഴകളിൽ ഈ ഒരു സിസ്റ്റം മൊത്തത്തില് എഫക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതിനെ നമുക്ക് ഈ നിയമപ്രകാരം എന്താണ് ചെയ്യാൻ പറ്റുക? ഞാനത് സൂചിപ്പിച്ചത് നന്നായി. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. നമ്മളുടെ 2018 സുപ്രീം കോടതിയുടെ ഒരു ഡയറക്റ്റീവ് ഉണ്ട്, ഏതെങ്കിലും സിസ്റ്റത്തിൽ രജിസ്റ്റേർഡ് അല്ലാത്ത ഒരാളും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. നമ്മൾ 2021 കേരള ഗവൺമെന്റ് കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് കൊണ്ടുവന്നു. അതിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഏതെങ്കിലും സിസ്റ്റത്തിൽ രജിസ്റ്റേർഡ് അല്ലാത്ത ഒരാളും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കേരള ഹൈക്കോടതിയുടെ 2 ജഡ്ജ്മെന്റ് ഉണ്ട്. രജിസ്റ്റേർഡ് അല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് അത് ക്വാക്കാണ്. അങ്ങനെ ക്വാക്ക് പ്രാക്ടീസ് ചെയ്താൽ അല്ലെങ്കിൽ രോഗിനെ പരിശോധിച്ചാൽ അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ചീറ്റിംഗ് ആണ്. IPC 420 അനുസരിച്ചുള്ള കുറ്റകരമായ കാര്യമാണ്. അപ്പൊ ഇത്തരം കള്ളനാണയങ്ങളെ നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ തൃശ്ശൂർ ഞങ്ങളൊരു കാര്യം ചെയ്തിരുന്നു, 3 സിസ്റ്റം കൂടെ കൂടിയിട്ട്. നമ്മുടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനകത്ത് ഒരു പ്രൊവിഷൻ ഉണ്ട്, 26(11) എന്ന് പറഞ്ഞ ഒരു പ്രൊവിഷൻ ഉണ്ട് അതിന്റെ ചട്ടങ്ങളിൽ. ആ 26(11) പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ജീവനോ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിൽ എവിടെയെങ്കിലും ചികിത്സ നടക്കുന്നതായിട്ട് കണ്ടാൽ സർപ്രൈസ് ഇൻസ്പെക്ഷൻ നടത്താമോ അവിടെ. അപ്പൊ നമ്മൾ അന്ന് എന്താ വെച്ചാൽ DRAയുടെ ഒരു ഉത്തരവിറക്കി. നമ്മൾ ആദ്യം ചെയ്തെന്ന് വെച്ചാൽ 3 DMOമാരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് തീരുമാനിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു 3 സിസ്റ്റത്തിന്റെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 25 ടീമാണ് പരിശോധന നടത്തിയത്. അപ്പൊ തൃശ്ശൂർ 2 റൗണ്ട് നടന്നു. ഈ 2 റൗണ്ടോടെ കൂടി 49 വ്യാജ ഡോക്ടർമാരെയാണ് അറസ്റ്റ് ചെയ്തത്. അവരിപ്പോ ട്രയൽ നേരിടുകയാണ് പലരും. ഇത് നമുക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് പറ്റും.
കാരണം ഇത് അംഗങ്ങളെല്ലാം ഒരു ശക്തമായ ഒരു സംഘടന ആൾക്കാരാണ്. അപ്പൊ സംഘടനാ പ്രതിനിധികൾക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് ശ്രദ്ധയിൽ ഇത്തരം ക്വാക്സ് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. എല്ലാ ജില്ലയിലും സ്റ്റെപ്സ് എടുക്കേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും അത് ഈ നിയമത്തിലല്ല, അത് കടുത്ത ശിക്ഷ കിട്ടുന്ന വകുപ്പുകളാണ് അതിനകത്ത്. മാഡം സൂചിപ്പിച്ചത് നന്നായി. താങ്ക് യു സർ. ഒരു സംശയം കൂടെ ഉണ്ടായിരുന്നു, ചോദിച്ചോട്ടെ? നമ്മളിപ്പം ഹൈജീനിക് മെഷേഴ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു കോംപ്ലക്സിനകത്ത് ഒരു സിംഗിൾ റൂം ക്ലിനിക്കിൽ അങ്ങനെ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ അപ്പൊ അവിടെയുള്ള ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും മിക്കവാറും തന്നെ. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? അതിന്റെ ചട്ടങ്ങൾ മാഡം വന്നിട്ടില്ല. നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിക്കാണ് അതിന്റെ അധികാരം കൊടുത്തത് ഈ ചട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട്. ഈ റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആണെങ്കിൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. അത് കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് ഈ കാര്യങ്ങൾ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് അത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട സംഘടനകളുമായിട്ട് കമ്മിറ്റി ചർച്ച നടത്തുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അത് ഒരു ജനാധിപത്യ രീതിയിൽ ഒരു ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ അത് കൊണ്ടുവരൂ. കാരണം വെച്ചാൽ നമ്മൾ റെസ്പോൺസിബിൾ അല്ലാത്ത ഒരാള് ഒരിക്കലും നിയമപരമായിട്ട് ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എന്തായാലും ഒരു ചർച്ചയ്ക്ക് വന്നതിന് ശേഷം മാത്രമല്ല. അപ്പൊ നിലവിൽ അതിന്റെ ചട്ടങ്ങൾ വന്നിട്ടില്ല. അപ്പൊ അത് വരുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് ആവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ തേടിയതിനു ശേഷം മാത്രമേ അത് ചെയ്യുള്ളൂ. താങ്ക് യു സർ. ഒരു കമന്റിൽ ഒരു ചോദ്യം വന്നത്, ഒരു ഫീവർ കേസ് ആദ്യത്തെ ദിവസമായിരിക്കും ഒ പിയിൽ വരുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ സെക്കൻഡ് ഓർ തേർഡ് ഡേ അല്ലേ ചെയ്യുകയുള്ളൂ. ഒരു നോട്ടിഫയബിൾ ഡിസീസ് ആണെന്ന് പിന്നീട് അറിയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ വെറും ഫീവർ ഉള്ളപ്പോൾ നോക്കിയ ഡോക്ടർക്കും നടപടി വരുമോ? ചട്ടങ്ങൾ വരുമ്പോൾ കാരണം ഫീവർ എന്നുള്ളത് ഒരു രോഗമല്ല, രോഗലക്ഷണമാണ്. അപ്പം ഫസ്റ്റ് ഡേ തന്നെ നമുക്കത് ഇതായിരിക്കാമെന്ന് നമുക്കൊരു പ്രിസംഷൻ വന്നു കഴിഞ്ഞാൽ, കാരണം പ്രിലിമിനറി ഡയഗ്നോസിൽ നമുക്ക് ഇപ്പം കൺഫർമേഷൻ ഇല്ലാതെ തന്നെ പല അസുഖങ്ങളും ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അല്ലാത്ത കേസിൽ ഇപ്പൊ ജസ്റ്റ് ഫീവർ മാത്രമാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ അവരോട് വരാൻ പറഞ്ഞ് വന്നതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഫീവർ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ശിക്ഷാർഹമാകില്ല. ആക്ടിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഏത് അസുഖമാണെന്ന് ഡോക്ടർ അത് തിരിച്ചറിയണ സമയത്താണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ ഒരു ആയുഷ് ഡോക്ടർമാരെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതും മൊത്തത്തിലുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഈ ആക്ടിനകത്ത് നമ്മള് ശരിക്കുള്ള ഒരു ഡോക്ടർക്കും അപകടകരമായിട്ടൊന്നുമില്ല. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ഇപ്പൊ നിയമം ഇല്ലെങ്കിൽ പകർച്ചവ്യാധികൾ അത് കൺട്രോൾ മെഷേഴ്സ് എടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതൊരു കൂട്ടുത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മൾ പകർച്ചവ്യാധി വരുമ്പോഴത്തേക്ക് നമ്മൾ RRT ഒക്കെ കൂടുന്നതിനകത്ത് എല്ലാ സിസ്റ്റവും കൂടെ ഒന്നിച്ചു കൂടിയിട്ടാണ് നമ്മൾ എന്തൊക്കെ അവിടെ ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഒരു മൊസ്കിറ്റോ ബോൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ ആയുർവേദം ഡിപ്പാർട്ട്മെന്റ് അവര് പുകയ്ക്കാനുള്ള ഇതുണ്ടാവും. ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് പ്രതിരോധ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അപ്പം ഇവിടെ പണ്ട് നമുക്കറിയാം ചിക്കൻ ഗുനിയൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടെ തൃശ്ശൂരൊക്കെ ഞങ്ങൾ 3 സിസ്റ്റങ്ങൾ ഒന്നിച്ചാണ് പല സ്ഥലത്തും മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം കൂടുതൽ ഫലപ്രദമാകും. ഒരു ഇന്റഗ്രേഷൻ നല്ലതാണ്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ നമുക്ക് മനഃപൂർവ്വമായിട്ട് ഒരു വീഴ്ച വരുത്താത്ത ഒരു ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു പ്രൊവിഷൻസ് ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. വളരെ പോസിറ്റീവായിട്ട് നിർദ്ദേശങ്ങളാണ് കാണുന്നത് ഇതിനകത്ത് കാണുന്നത്. അടുത്തത് പിന്നെ നമ്മളിപ്പോ ഓരോ ആയുഷ് വിഭാഗത്തിനും പ്രത്യേകം ചില പദ്ധതികളുണ്ട്. പ്രിവെന്റീവ്, എപ്പിഡമിക് പ്രിവെന്റീവ് ആസ്പെക്റ്റില് കാലാകാലങ്ങളായിട്ട് ഇപ്പൊ ഹോമിയോപ്പതിയില് റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ സെൽ എന്ന് പറഞ്ഞിട്ട് റീച്ച് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഒരു ഇതുണ്ട്. അതും ഇതും തമ്മിൽ എങ്ങനെയാണ് ഈ നിയമം വരുമ്പോ ഈ റീച്ചിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഇംപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും? അതിന് തടസ്സമൊന്നും നിയമം പറഞ്ഞിട്ടില്ല. ഓരോ സിസ്റ്റത്തിന്റെ സ്വാതന്ത്ര്യത്തിനൊന്നും ഈ നിയമം ഇടപെടുന്നില്ല. റിപ്പോർട്ടിങ്ങിന്റെ കാര്യത്തിൽ മാത്രമേ കമ്പൽസറി ആയിട്ട് വരുന്നുള്ളൂ. ട്രീറ്റ്മെന്റ് സൈഡിലേക്കൊന്നും ഇതിനകത്ത് ഇടപെടുന്നില്ല. ഇപ്പൊ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ പോലും സ്റ്റേറ്റ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ആ കമ്മിറ്റിയിൽ ഹോമിയോ ഡയറക്ടർ ഉണ്ട്, ആയുർവേദ ഡയറക്ടർ ഉണ്ട്, അലോപ്പതി ഡയറക്ടർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വ്യക്തി തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിലൊന്നും ആക്ട് ഇടപെടുന്നില്ല. പ്രതിരോധം എന്ന് വെച്ചാൽ അത് ഓരോ സിസ്റ്റത്തിനും അവരുടേതായിട്ടുള്ള രീതികളും ഇതെല്ലാം ഉണ്ട്. അതിനൊന്നും ഒരു തടസ്സം ഇതിനകത്ത് വരില്ല. ട്രീറ്റ്മെന്റ് ഇന്ന രീതിയിലായിരിക്കണം അങ്ങനെയൊന്നുള്ള തടസ്സങ്ങൾ ഇതിനകത്ത് പറയുന്നില്ല. ഹരീഷ് ഡോക്ടറെ നമ്മളെ ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാരെ വിളിക്കട്ടോ. ഡോക്ടർ കൃഷ്ണകുമാർ, ജീൻ ഡോക്ടറെ ഒന്ന് അത് നോക്കണേ. എനിക്കത് ഡോക്ടർ അമുദ ഉണ്ട്, ഡോക്ടർ കൃഷ്ണകുമാർ ഉണ്ട്. അവർ 3 പേരാണ്. ഹലോ. ആദ്യമായിട്ട് നമ്മുടെ രാജു സാറിന് ഒരു പ്രത്യേക അഭിനന്ദനം പറയാണ്. കാരണം നമ്മുടെ ഡോക്ടർമാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ നിയമങ്ങൾ വിഭജിച്ച് കൊടുത്തതിന്.
കാരണം നമ്മൾ ആക്ട് വായിച്ചാൽ നമുക്ക് പല പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. പിന്നെ എനിക്ക് 2 സംശയങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ട്. ഒന്ന് 28(1)(c)യില് സാർ കാണിച്ച സ്ലൈഡില് ഈ പൊതുജനാരോഗ്യ സമിതിയുടെ അധികാരങ്ങൾ സംബന്ധിച്ചൊരു ഹെഡിങ് കണ്ടിരുന്നു. അപ്പോ 28 23 23 സാർ, 23(1)(c) ആണെന്ന് തോന്നുന്നു. 23(1)(c) ആണ് പൊതുജനാരോഗ്യ സമിതിയുടെ. അതെ. അതെ. അപ്പൊ ശരിക്കും ഈ ബില്ലില് പൊതുജനാരോഗ്യ സമിതിക്ക് എന്തൊക്കെയാണ് അധികാരങ്ങൾ എന്ന് പ്രത്യേകം വിവക്ഷിച്ചിട്ടുണ്ടോ? നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു, അതിനകത്ത് ഒന്ന് ഇതിൻ്റെ അകത്ത് അതായത് ചട്ടങ്ങളിൽ കുറച്ചുകൂടെ വ്യക്തത വരും. ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആക്ടിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ മോണിറ്ററിംഗ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് ഏരിയയില് സമിതി കൂടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസർ അവിടെ പ്രസന്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഉദാഹരണത്തിന് എത്ര പരിശോധന നടന്നു, എന്തൊക്കെയാണ് അവിടെ നടപടി എടുത്തേക്കുന്നത്, എത്ര പേർക്ക് നടപടി എടുത്തു, മറ്റു കാര്യങ്ങൾ, പിന്നെ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം ഇത് സമിതിയിൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് ചട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കും അത്. ഓക്കെ. അപ്പം ഈ സമിതിയുടെ അധികാരങ്ങൾ ഇതിനകത്ത് ഇപ്പം വിവക്ഷിച്ചിട്ടില്ല അല്ലെ? ഇപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഓക്കെ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഈ സമിതിക്ക് കുറച്ചുകൂടെ ഒരു നല്ല രീതിയിലുള്ള മോണിറ്ററിംഗ് പവർ കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ ചില പഞ്ചായത്തിലൊക്കെ അത് സമിതിക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും വേണം. എന്താന്ന് വെച്ചാൽ ഇപ്പം നല്ല ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം സാറ് സമിതിയിലേക്ക് കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാണല്ലോ. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ചട്ടങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തില് ഒരു വ്യക്തത വേണം. എന്താണ് ഈ പൊതുജനാരോഗ്യ സമിതിയുടെ അധികാരം? പിന്നെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരെയും അതുപോലെ നമ്മുടെ ആയുഷ് ഡയറക്ടറെയും അത് വല്ലാത്ത ഒരു നെഗറ്റിവിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും സാറേ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ആക്ട് അമെന്റ്മെന്റ് വേണം. കൊടുക്കുന്നുണ്ട് സാറേ. ഓക്കെ. അത് ആക്ട് അമെന്റ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ വേണമെങ്കിൽ ചട്ടങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നത് ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ അവരെ വിഷയകാര്യ വിദഗ്ധരായിട്ട് നിർബന്ധമായിട്ട് വിളിക്കണം എന്ന് പറഞ്ഞാണെങ്കിൽ അതിനകത്ത് വരാം. പക്ഷെ അങ്ങനെ വോട്ടിംഗ് പവർ ഒന്നും വരികയല്ല സാർ. വോട്ടിംഗ് പവർ അത് ആക്ടിൽ ഇങ്ങനെ കമ്മിറ്റിയുടെ സ്ട്രക്ചർ വന്നതുകൊണ്ട് ആക്ട് അമെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്കാണ് ആക്ട് അമെന്റ് ചെയ്യുന്നത് വരെ നമുക്ക് വേണമെങ്കിൽ ചട്ടങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ചെയ്യാം. പക്ഷെ ആക്ട് അമെന്റ് ചെയ്യാനായിട്ട് സംഘടന തന്നെ അതിനകത്ത് ഇടപെടേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് സാർ ഞങ്ങൾ റെപ്രസെന്റേഷൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കൊടുക്കുന്നുണ്ട്. സാർ വേറൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ നമ്മുടെ നോട്ടിഫയബിൾ ഡിസീസസിന്റെ കാര്യത്തിലാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഈ നോട്ടിഫയബിൾ ഡിസീസസ് ആയിട്ടുള്ള എപ്പിഡമിക് ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ എക്സാമ്പിൾ ഒരു കൊറോണ വീണ്ടും ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായാലേ ഇപ്പൊ നമുക്കൊരു ക്ലിനിക്കിൽ ഒരു കേസ് വരുന്നു, നമ്മൾ അന്നേരം അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹോമിയോ ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ DMOമാർക്കാണോ അതോ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കാണോ? നമ്മളുടെ DMO ആക്ച്വലി പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയിൽ മെമ്പർ ആണല്ലോ. അതായത് ഇപ്പം എല്ലാം അതായത് പ്രാദേശികമായിട്ടുള്ള കമ്മിറ്റിയിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ മെഡിക്കൽ ഓഫീസർ നമ്മുടെ ഹോമിയോ സെക്ഷനിലുള്ളവർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആയിട്ടുള്ള മെമ്പർ സെക്രട്ടറിക്കാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഓഫീസർക്കാണ് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റികൾ വിളിച്ചു കൂട്ടേണ്ടി വരും, കമ്മിറ്റി ചർച്ച ചെയ്യേണ്ടി വരും, അതിന്റെ കൺട്രോൾ മെഷേഴ്സ് അല്ല. അപ്പൊ ശരിക്കും ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ RRTയുടെ റോളിലേക്ക് വേണമെങ്കിൽ മാറാൻ പറ്റും. കാരണം 3 സിസ്റ്റം ഉണ്ട്, പ്രധാനപ്പെട്ട ലൈൻ ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത് കൊണ്ട് നിർണായകമായ തീരുമാനം എടുക്കാൻ പറ്റിയ കമ്മിറ്റിയാണ്. അത് നമുക്ക് ചട്ടങ്ങളിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇങ്ങനെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ കമ്മിറ്റി വിളിച്ചു കൂട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് ചേർക്കാൻ പറ്റും. അതെ, അതാത് സിസ്റ്റത്തിലുള്ളവര് അതാത് സിസ്റ്റത്തിലുള്ള ആ മെഡിക്കൽ ഓഫീസർമാർക്ക് സൗകര്യമായിരുന്നു. അതിന് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം സാറ് വർക്ക് ചെയ്യുന്ന പഞ്ചായത്തിൽ ഇഷ്യൂ വരികയാണ്. അപ്പൊ സാറിന്റെ DMOയ്ക്കാണ് കൊടുക്കണമെങ്കിൽ അവിടുന്ന് കുറെ ഡിലേ വരും. ഈ നടപടി എടുക്കേണ്ട അതായത് പഞ്ചായത്ത് ഏരിയയിലായിരിക്കും. അപ്പൊ ഈ മെമ്പർ സെക്രട്ടറിക്ക് അത് കിട്ടിയാല് മെമ്പർ സെക്രട്ടറി ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടുത്തെ പബ്ലിക് ഹെൽത്ത് ബോർഡ് വിളിച്ചു കൂട്ടുക. അവിടുത്തെ പബ്ലിക് ഹെൽത്ത് ബോർഡിൽ അവിടെ ലോക്കൽ ബോഡിയുടെ ഇലക്ടഡ് പേഴ്സൺ ഉണ്ട്, പിന്നെ നമ്മളുടെ 2-3 സിസ്റ്റത്തിന്റെ MOമാരുണ്ട്, അതുപോലെ മറ്റു ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അവിടുന്ന് തന്നെ തീരുമാനം എടുത്തിട്ട് ഇമ്മീഡിയറ്റ് കൺട്രോൾ മെഷേഴ്സിലേക്ക് പോകാൻ കഴിയും. സാറേ ചോദിച്ചതല്ലോ, ഈ നമ്മളെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ഉണ്ടല്ലോ, അതിൽ വരുന്ന ഹോമിയോ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. ആക്ച്വലി മെമ്പർ സെക്രട്ടറി ആണ് നമ്മളെ മെമ്പർ സെക്രട്ടറി, പിന്നെ PHC മെഡിക്കൽ ഓഫീസർ ആയിരിക്കും, ഹോമിയോ മെഡിക്കൽ ഓഫീസർ അതിന്റെ അംഗമാണല്ലോ. അപ്പൊ ആ അംഗത്തിന് ഇപ്പൊ നമ്മൾ മനസ്സിലായി. ഇപ്പോഴാണ് ചോദ്യം വ്യക്തമായത്. അതായത് ഹോമിയോ ഒരു പ്രൈവറ്റ് ഹോമിയോ ഡോക്ടർ ആണെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ഹോമിയോ ഡോക്ടർക്കാണ്. ഓക്കെ. ഇപ്പൊ നിലവിൽ
സാറേ ക്ലിയർ ആയില്ല. അവിടുത്തെ ഒരു പ്രൈവറ്റ് പ്രാക്ടീഷണർ ആയിട്ടുള്ള ഹോമിയോ ഡോക്ടറാണ് അവിടുത്തെ മനസ്സിലായി, ഗവൺമെന്റ് എനിക്ക് ഹോമിയോ ക്വസ്റ്റ്യൻ ഡോക്ടർ മനസ്സിലായി, റിപ്പോർട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇപ്പോഴത്തെ നിലവിലെ ആക്ടിൽ കിടക്കുന്ന മെമ്പർ സെക്രട്ടറിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ്, പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് എന്നാണ് ചട്ടങ്ങൾ നിലവിൽ രൂപീകരിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം എന്തെങ്കിലും വരുമായിരിക്കും. നമുക്ക് ചട്ടങ്ങൾ രൂപീകരിക്കുന്ന സമയത്ത് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും അതൊന്ന് ഡിസ്കസ് സാറേ ചെയ്യാം. ഓക്കെ കാരണം ഡോക്ടർ അമുദ ഹാൻഡ് റൈസ് ചെയ്തിട്ടാണ്. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് സാർ, ഈവനിങ്. എൻ്റെ ഒരു സംശയം, നമ്മളിപ്പോ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ സാറേ. അപ്പൊ നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ നമ്മളത് ചികിത്സിക്കാനുള്ള അവകാശം ഇല്ല എന്നാണോ സാർ? അപ്പൊ നമുക്ക് ചികിത്സിക്കാൻ പറ്റൂല എന്നാണോ? അതെങ്ങനെയാണ് സാറേ? ചികിത്സിക്കുന്നതിന് ഒരു തടസ്സമില്ല വേണം, ചികിത്സ അതൊരു സൈഡിൽ കൂടെ പോയിക്കോളും. അതായത് ഓക്കെ. ഇപ്പൊ ഒരു ഉദാഹരണം, മാഡത്തിന്റെ അടുത്ത് ഇപ്പൊ ഒരു ചിക്കൻ ബോക്സ് ആയിട്ട് ഒരു പേഷ്യന്റ് വരുന്നു. ഇങ്ങനെ ഒരു അതെ. ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കൺട്രോൾ മെഷേഴ്സ് എടുക്കേണ്ട ഏജൻസികൾ അവിടെ അന്വേഷിക്കുന്നു, അവിടെ ഫീൽഡ് സ്റ്റാഫ്, അവിടെ എത്ര പേർക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഹൈ റിസ്ക് ഉള്ള ആൾക്കാരായാലും വയസ്സായവരുണ്ടോ, ന്യൂമോണിയയുടെ കോംപ്ലിക്കേഷൻ ഉണ്ടോ, അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യത. ഇപ്പൊ ഒരു സ്കൂളാണെങ്കിൽ സ്കൂളിൽ എന്തൊക്കെ ആ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പോകുന്നത്. ട്രീറ്റ്മെന്റ് സൈഡിലേക്ക് ഒന്നും ഇടപെടുകയല്ല. ട്രീറ്റ്മെന്റ് ഇല്ല കണ്ടിന്യൂ അല്ലേ? ചെയ്യുന്ന തടസ്സമില്ല. ഓക്കെ ഓക്കെ അത് സാർ. കണ്ടിന്യൂ ചെയ്യാം. മറ്റെന്ന് പറഞ്ഞാൽ അവിടെ കൺട്രോൾ മെഷേഴ്സ് എടുക്കാൻ വേണ്ടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഓക്കെ, സാർ, അതും പിന്നെ ഒരു ഈ കമ്മ്യൂണിക്കബിൾ കൂട്ടായ സാർ, വർക്കായി മാറുന്നു എന്നല്ലേ? കേട്ടില്ല സാർ. അതിനുശേഷം അതൊരു കൂട്ടായ ഒരു അതെ, പരിശ്രമമായി മാറുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും. അതെ ഏകോപിക്കപ്പെടുന്നതാണ് തീർച്ചയായിട്ടും. അതിന്റെ അതെ. ആയിക്കോട്ടെ സാറേ. അപ്പൊ നമ്മൾ ഇത്ര കാലം വിചാരിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവര് കേസ് അങ്ങോട്ടേക്ക് നോ, ഒരിക്കലും ട്രീറ്റ്മെന്റ് സൈഡിൽ ഇടപെടുന്നേ ഇല്ല. ഹോമിയോ ട്രീറ്റ് ചെയ്യുന്ന ഹോമിയോയിൽ തന്നെ ട്രീറ്റ് ചെയ്യാം, ഓക്കെ ആയുർവേദ ട്രീറ്റ് ചെയ്യുന്ന ആയുർവേദ ട്രീറ്റ് ചെയ്യാം. അത് ആ പേഷ്യൻസിന്റെ റൈറ്റ് ആണ്, അവർക്ക് എവിടെ നിന്നുള്ള ട്രീറ്റ്മെന്റ് സ്വീകരിക്കാം. ആ അതെ. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. ഈ കൺട്രോൾ മെഷേഴ്സ് എടുക്കുന്നതിനായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ഓരോ പഞ്ചായത്തിലേക്ക് ഒരു ഔട്ട് ബ്രേക്ക് വരുന്നതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വേഗം തന്നെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് RRT കൂടിയിട്ട് ഓരോ അതെ. ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ ചെയ്യുന്നൊക്കെ ചർച്ച ചെയ്തൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് തന്നെയാണ് അതിന്റെ സിസ്റ്റം, ട്രീറ്റ്മെന്റിൽ ഇടപെടുന്നത്. സാറേ, പിന്നെ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അവര് പിന്നെ ഇപ്പൊ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഓരോ ഓഫീസിലേക്കും അവര് ലെറ്റർ തരണം എന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ലെറ്റർ തന്നാൽ മാത്രമേ നമ്മൾ റിപ്പോർട്ട് ചെയ്യണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അതെങ്ങനെയാ സാറേ? ഇപ്പൊ നിലവിൽ പറഞ്ഞിരിക്കുന്നത് നിയമം വന്നു, അതിനകത്ത് ചട്ടങ്ങൾ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അത് പാലിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ലെറ്റർ തരുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയെന്നാണ് അപ്പൊ തീർച്ചയായും അതിനകത്ത് അതെ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്രേ ഉള്ളൂ. എന്തായാലും അതിന്റെ ചട്ടങ്ങൾ വേഗം വരും മാഡം, കുറച്ചുകൂടെ ഓ. ക്ലാരിറ്റി വരാൻ വേണ്ടിട്ട് ഉടനെ വരും. ഓക്കെ സാർ. പിന്നെ ഒരു അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദ്യം. ഓക്കെ, സാർ, ഡോക്ടർ ഒരു സജീദ് പറഞ്ഞോളൂ. ഹലോ സാർ, ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അമൃത ഡോക്ടർ. ഓക്കെ സാർ, ഒരു വ്യാജന നമ്മളിപ്പോ നമ്മളെ പരിസരത്ത്, നമ്മുടെ ഡിസ്പെൻസറിന്റെ പരിസരത്ത് ഉണ്ടാണെങ്കിൽ നമ്മളെ DMOക്കാണോ സാർ റിപ്പോർട്ട് ചെയ്യേണ്ടത്? സാർ നേരത്തെ മാഡം പറഞ്ഞു. അങ്ങനെയല്ല, വ്യാജ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസ് ആണ്, പോലീസ് അതെ. കേസെടുക്കേണ്ടി വരും. അപ്പൊ നമ്മള് ഇവിടെ ചെയ്ത രീതി എന്താണെന്ന് വെച്ചാല്, ആ. അലോപ്പതി, ആയുർവേദ, ഹോമിയോ 3 സിസ്റ്റത്തിലെ ഓരോ ഡോക്ടർമാർ ടീമിലുണ്ടാവും. അവരെ സഹായിക്കാനായിട്ട് ഇപ്പൊ നമ്മള് അവിടെ പരിശോധന നടത്തിക്കാൻ ചിലപ്പോൾ നമുക്ക് അവിടുത്തെ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഒക്കെ നമ്മൾ പിടിച്ചെടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇൻവെന്ററി തയ്യാറാക്കാനായിട്ട് മഹസറും മറ്റു കാര്യങ്ങളും എഴുതാനായിട്ട് അറിയാവുന്ന 2 ഹെൽത്ത് ഇൻസ്പെക്ടർമാര് അങ്ങനെ ഒരു ടീമിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അവരെ പരിശോധനയ്ക്ക് വിട്ടു. അവര് പരിശോധന ചെല്ലുന്ന സമയത്ത് ക്ലിനിക്കിൽ ചെന്നു, എന്നിട്ട് അവിടെ ഏതെങ്കിലും വ്യാജനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസിനെ ഇൻഫോം ചെയ്യും. പോലീസ് വരുമ്പോൾ പോലീസിന് ഒരു കംപ്ലൈന്റ്, റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുക. അതിന്റെ മോഡലൊക്കെ അവർക്ക് നേരത്തെ കൊടുത്തിരുന്നു. ആ കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ ഇന്ന ദിവസം പരിശോധന നടത്തിയ സമയത്ത് ഇയാൾ വ്യാജമായിട്ട് ചികിത്സ നടത്തുന്നതായിട്ട് കണ്ടു, അതിനെ തുടർന്ന് ഇന്ന സാധനങ്ങൾ പിടിച്ചെടുത്തണം എന്നുള്ള പരാതിയാണ് പറയുന്നത്. അപ്പൊ അവിടെ ഈ 3 സിസ്റ്റത്തിന്റെയും ഡോക്ടർമാർ എന്താണെന്ന് വെച്ചാൽ, അലോപ്പതി ആണെങ്കിൽ അവിടുത്തെ ടെക്നിക്കൽ എക്സ്പെർട്ട് അലോപ്പതി ഡോക്ടർ ആയിരിക്കും. ഹോമിയോ ആണ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഹോമിയോ ഡോക്ടർ തന്നെ വേണം. ആയുർവേദമാണ് ആയുർവേദ ഡോക്ടർ വേണം. അപ്പൊ ബാക്കിയുള്ളൊരു സാക്ഷികളും മെയിൻ സാക്ഷിയായിട്ട് വരുന്ന ആ സിസ്റ്റം ഏതാണോ അയാൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഡോക്ടർ ആയിരിക്കും ഒന്നാം സാക്ഷിയായിട്ട് കയറി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്തത് ഇവിടെ. അപ്പൊ നമ്മൾ നേരിട്ട് കേസെടുക്കുകയാണ്, പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയാണ്. നമ്മൾ അതിനകത്ത് എക്സ്പെർട്ട് വിറ്റ്നസ് ആയിട്ട് മാറുകയാണ്. പോലീസ് അപ്പൊ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അടുത്തൊരു ചോദ്യം വന്നത്, നോട്ടിഫയബിൾ ഡിസീസ് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നില്ലേ? എല്ലാം ഉണ്ട്. അതായത് നോട്ടിഫൈഡ് ഡിസീസ് റിപ്പോർട്ട് ചെയ്തതിൽ 25,000 അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ഒരു നോട്ടിഫൈഡ് ഡിസീസ് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തതിൽ സ്ഥാപനത്തിന്റെ പേരിൽ 25,000 രൂപയാണ് പിഴ. ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ നോട്ടിഫൈഡോ കമ്മ്യൂണിക്കബിൾ ഡിസീസോ ആയത് റിപ്പോർട്ട് ചെയ്തതിൽ 10,000 ആണ്. അപ്പൊ മെഡിക്കൽ പ്രാക്ടീഷണർക്ക് അത് എമൗണ്ട് കുറച്ചിട്ടുണ്ട്. പക്ഷെ സ്ഥാപനം എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പൊ ഒരു സിംഗിൾ മാൻ നടത്തി വരുന്ന ഒരു ക്ലിനിക്കാണ്. അപ്പൊ ക്ലിനിക്കിൽ വന്ന് റിപ്പോർട്ട് ചെയ്തില്ലെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ചെറിയൊരു
സ്ഥാപനമായിട്ട് നടത്താൻ 2-3 സ്റ്റാഫൊക്കെ വെച്ചുകൊണ്ട് ഒരു ചെറിയ സ്ഥാപനം നടത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് 25,000 പേര് വരും. പക്ഷെ ഒരു ജസ്റ്റ് GP മാത്രം, ഡോക്ടർ മാത്രം ഇരുന്ന് ചെയ്യുന്നതാണെങ്കിൽ 10,000 എന്നുള്ള. അപ്പൊ അതിനകത്തത് നോട്ടിഫൈഡ് ഡിസീസ് ആണെങ്കിലും എല്ലാ കമ്മ്യൂണിക്കൽ ഡിസീസ് ആണെങ്കിലും റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. അതാ 28 പിന്നെ 31 തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലേ? അതെ. ഒരു ധന്യ ശശിധരൻ എറണാകുളം കൈപൊക്കിയേക്കുന്നു. സർ പറയും മേഡം. ഇപ്പൊ പറഞ്ഞല്ലോ നോട്ടിഫയബിൾ ഡിസീസസ് അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. ഓൾറെഡി ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു കേസ്, അതായത് നമ്മുടെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ ഡയഗ്നോസിസ് ഉള്ള ഒരു കേസ് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നോ അല്ലെങ്കിൽ ഇനി റിപ്പോർട്ട് ചെയ്യണോ എന്നോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോ അവര് ഡോക്ടർമാരെ ഡീൽ ചെയ്യുന്ന കാര്യം പേഷ്യൻസ് അറിയുന്നില്ലല്ലോ. മനസ്സിലായി മാഡം, അത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിനൊരു വഴി നമ്മൾ കണ്ടെത്തേണ്ടി വരും ചട്ടങ്ങളിൽ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാം. ഞാനത് നോട്ട് ചെയ്യാം മാഡം പറഞ്ഞ കാര്യങ്ങൾ. കാരണം വെച്ചാൽ ചിലപ്പം അവര് ഓൾറെഡി വേറെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ചിലപ്പോൾ സിസ്റ്റം മാറി വന്നായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടറെ വിശ്വാസമില്ലായിട്ട് പുതിയ ഡോക്ടറെ അടുത്ത് വന്നായിരിക്കാം, ചിലപ്പോൾ ഓൾറെഡി റിപ്പോർട്ടഡ് ആയിരിക്കാം. അപ്പൊ അത്തരം കാര്യത്തിൽ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിക്കാം. താങ്ക് യു സർ. ഓക്കെ. സജീന്ദ്രൻ ഡോക്ടർ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സജീന്ദ്രൻ ഡോക്ടർ സജീന്ദ്രൻ ഇല്ലെങ്കിൽ ഡോക്ടർ പ്രവീൺ. ഡോക്ടർ പ്രവീൺ ചോദിച്ചോളൂ ഡോക്ടറെ. ചാറ്റ് ബോക്സിൽ വല്ലതും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ? ഡോക്ടറെ രണ്ട് ചോദ്യങ്ങള്. ഒന്ന് നേരത്തെ ചോദിച്ചതിന്റെയാണ്. വ്യാജ ഡോക്ടറെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു റെക്കഗ്നൈസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ എന്താണെന്നുള്ളതാണ് ഒരു ചോദ്യം. വ്യാജ ഡോക്ടറെ പ്രാക്ടീസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു മനുഷ്യനെ ചികിത്സിക്കാന്നല്ല, ഏത് സിസ്റ്റം ഏത് രീതിയാണെങ്കിലും അത് രജിസ്റ്റേർഡ് പ്രാക്ടീഷണർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ അക്യുപഞ്ചർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ISMന്റെ ഭാഗമാണ്. പക്ഷെ അതിന് ഇപ്പോഴും സെപ്പറേറ്റ് കൗൺസിൽ ഇല്ലെന്ന് പറഞ്ഞ ചില ആശയക്കുഴപ്പമുണ്ട്. അത് ICMR ഇടപെട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ മദ്രാസ് ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗവൺമെന്റ് തീരുമാനം എടുക്കാൻ. അതുവരെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പൊ അതില് ഏത് സിസ്റ്റം ആണെന്നുള്ളതല്ല, ചികിത്സ എന്നുള്ള രീതിയിൽ മനുഷ്യൻ ചികിത്സിക്കണമെങ്കിൽ അത് ഏതെങ്കിലും അംഗീകൃത സിസ്റ്റത്തിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം, ആ കൗൺസിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. അല്ലാത്ത ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. അത് ഈ നിയമത്തിലല്ല കേട്ടോ. അത് നമ്മുടെ 2018 സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവിലും അതുപോലെ തന്നെ 2021 കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ടിലും ഉള്ളതാണ്. ഡോക്ടർ പ്രവീൺ ധർമ്മരത്നം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ചാപ്റ്റർ 7-ല്. അതില് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ആരോഗ്യദായക പ്രതിരോധ രോഗ ചികിത്സ എന്ന് പറയുന്നുണ്ട്. ഇവിടെ സർക്കാർ രൂപീകരിച്ച നയങ്ങളും മാർഗനിർദ്ദേശങ്ങളും നടപ്പാക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഓരോ സിസ്റ്റത്തിനും അതിൻ്റെതായ നയങ്ങൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പം അത് പ്രൊട്ടക്ട് ചെയ്യാവുന്ന ഒരു നടപടികൾ ഉണ്ടാവുമോ? അതിനകത്ത് ഏത് സിസ്റ്റത്തിന്റെയും അവരുടെ നയങ്ങളിൽ ഇപ്പൊ നിലവിൽ ഒരു തടസ്സമില്ല. അത് കമ്മ്യൂണിക്കൽ ഡിസീസിന്റെ കാര്യത്തിലാണെങ്കിലും നോൺ കമ്മ്യൂണിക്കൽ ഡിസീസിന്റെ കാര്യത്തിലാണെങ്കിലും പരസ്പരം സിസ്റ്റങ്ങളെ പഴിചാരാനോ ഇടപെടാനോ പാടില്ല എന്നുണ്ട്. അത് ഈ നിയമത്തിനകത്തും അത്തരം കാര്യങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. അതുമായി സംബന്ധിച്ച് പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ? സാറേ, പ്രോട്ടോകോൾ കൊണ്ടുവരേണ്ടത് വ്യക്തിയല്ല, സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയാണ്. അപ്പൊ ഇപ്പൊ ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പ്രോട്ടോകോൾ സജസ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഹോമിയോ ഡയറക്ടറാണ്. അപ്പൊ അത് ആ സമിതിയിലേക്കാണ് ഇതാണ്ട്. അല്ലാതെ സമിതിയിൽ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിന് മാത്രമായിട്ടൊരു പ്രോട്ടോകോൾ കൊണ്ടുവരാൻ കഴിയില്ല. ആ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണം. പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് വേണം വരാൻ. ഈ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയിൽ ഓരോ സിസ്റ്റത്തിന്റെയും തലവന്മാരാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജിലെ ആൾക്കാരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അത് നിങ്ങൾ സംഘടന ഇടപെടണം. പക്ഷെ ഇപ്പൊ നിലവിൽ 3 സിസ്റ്റത്തിന്റെ ഡയറക്ടർമാരുണ്ട്. ഓരോ സിസ്റ്റത്തിലുള്ള സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരാം. അതിനൊന്നും ഒരു നിയമ തടസ്സവും ഈ ആക്ടിനകത്ത് കാണുന്നില്ല.
വേറൊരു ചോദ്യം വന്നിരിക്കുന്നത് ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസർ പിന്നെ HI അങ്ങനെ കൺസേൺഡ് അതോറിറ്റീസ് ഓഫ് മോഡേൺ സിസ്റ്റം cannot be convinced about homeopathic methodology and usually the case may be snatched to their system. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അതിനകത്ത്. അങ്ങനെ ചോദിച്ചതാണ്. നമ്മുടെ ആക്ടിനകത്ത് കാണുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, റിപ്പോർട്ടിങ്ങിന്റെ ഒരു കാര്യത്തിലോ ട്രീറ്റ്മെന്റ് അങ്ങോട്ട് മാറ്റണമെന്നോ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഹോമിയോയിലോ അല്ലെങ്കിൽ ആയുർവേദത്തിലോ ട്രീറ്റ് ചെയ്യാൻ പാടില്ലെന്നോ അലോപ്പതിയിൽ മാത്രമേ ചെയ്യാവുള്ളൂന്നൊന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതിൽ ആ പ്രിവെന്റീവ് മെഡിസിൻ കൊടുക്കുന്നതിൽ തടസ്സം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു പൊതു പ്രോട്ടോകോൾ വരികയാണെന്ന് വിചാരിക്കാം. പൊതു പ്രോട്ടോകോൾ വരുവാണെന്നുണ്ടെങ്കിൽ പൊതു പ്രോട്ടോകോൾ വരുവാണെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. നമുക്കിപ്പം ഉദാഹരണത്തിന് മലേറിയയ്ക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രോട്ടോകോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രോട്ടോകോൾ തെറ്റ് ചികിത്സിക്കാനായിട്ട് ഒരാൾക്കും അധികാരമില്ല. അങ്ങനെ പൊതു പ്രോട്ടോകോൾ വരുവാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിലിപ്പോ ഈ പൊതു പ്രോട്ടോകോൾ വരുമ്പോ ഈ ഡിഫറെന്റ് സിസ്റ്റത്തിന് സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ആണല്ലോ. അപ്പൊ ഈ പൊതുവായിട്ടുള്ള പിന്നെ പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ അല്ലാതെ പ്രിവെന്റീവ് ലെവലിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ഓരോ സിസ്റ്റത്തിനും സെപ്പറേറ്റ് രീതികളുണ്ട്. പ്രിവെന്റീവ് സൈഡിൽ പ്രോട്ടോകോൾ പൊതു പ്രോട്ടോകോൾ വരാൻ സാധ്യത വളരെ കുറവാണ്. ട്രീറ്റ്മെന്റ് സൈഡിലാണ് ചിലപ്പോൾ പലപ്പോഴും പൊതു പ്രോട്ടോകോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചില ഡിസീസ് വരും. പക്ഷേ അത് ഓരോ സിസ്റ്റത്തിനും സെപ്പറേറ്റ് ഉണ്ടാവില്ലേ? കൊണ്ടുവരുന്നതിന് തടസ്സമില്ല. നിയമോട് ഇതിനകത്ത് പ്രോട്ടോകോൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കോമൺ എന്ന് പറഞ്ഞിട്ടില്ല. വിദഗ്ധ സമിതി തീരുമാനിക്കുമ്പോ അങ്ങനെ വിദഗ്ധ സമിതിയുടെ തീരുമാനം അനുസരിച്ചാണ്. വിദഗ്ധ സമിതിയിൽ തീർച്ചയായിട്ടും ഓരോ സിസ്റ്റത്തിന്റെയും ഡയറക്ടർമാരുണ്ടല്ലോ, എക്സ്പേർട്സ് ഉണ്ടാവും. ഓക്കെ, ഉണ്ട്. അപ്പൊ അതിനൊരു പ്രയാസം വരില്ല. ഇല്ല, അത് വരില്ല. ഹരീഷ് ഡോക്ടറെ ഓൾമോസ്റ്റ് കഴിഞ്ഞു തോന്നുന്നു അല്ലേ ഡൗട്ട്സ്? ഷമീൻ ഡോക്ടറെ, നമ്മുടെ ഇദ്ദേഹത്തിന് നമ്മുടെ ഫാക്കൽറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. പോസ്റ്റൽ വഴി പഠിച്ചാൽ വ്യാജനാണോ? പ്രാക്ടീസിങ് ആയുർ ഹോമിയോ ആൻഡ് അലോപ്പതി. നമ്മളുടെ സുപ്രീം കോടതി ഈ ക്വാക്സിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഒരു സിസ്റ്റത്തില് ട്രെയിൻഡ് ആയിട്ട് ഒരാൾ വേറൊരു സിസ്റ്റം പ്രാക്ടീസ് ചെയ്താൽ പോലും ക്വാക്കാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഹോമിയോ ഡോക്ടർ പാരസെറ്റമോൾ കൊടുത്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്വാക്കാണ്. ഒരു ആയുർവേദ ഡോക്ടർ ഹോമിയോ മരുന്നോ അലോപ്പതി മരുന്നോ ഉപയോഗിച്ചാൽ അത് ക്വാക്കാണ്. ഇനി അതല്ല, ഒരു അലോപ്പതി ഡോക്ടർ ഏതെങ്കിലും ഹോമിയോ മരുന്നോ അല്ലെങ്കിൽ ആയുർവേദ മരുന്നോ ഉപയോഗിച്ചാലും അത് ക്വാക്കാണ്. അപ്പൊ ഒരു സിസ്റ്റത്തിൽ ട്രെയിൻഡ് ആയിട്ട് ഒരാള് വേറൊരു സിസ്റ്റത്തിലെ മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും ക്വാക്കാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പൊ ഈ കമന്റ് കണ്ടതിന് എനിക്ക് തോന്നുന്നത് അത് പക്കാ ക്വാക്കാണ്. കാരണം ഒരാൾക്ക് ഒരിക്കലും 3 സിസ്റ്റം ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. ഒന്നത്. രണ്ടാമത്, രജിസ്ട്രേഷന് വളരെ കൃത്യമായിട്ടുള്ള സംവിധാനം നമ്മുടെ 2021 ക്ലിനിക്കൽ കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ടിൽ വന്നു. അതില് അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠിച്ചവർക്ക് മാത്രമേ രജിസ്ട്രേഷൻ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തപാൽ വഴി പഠിച്ചവരൊന്നും അത് വ്യാജമായിരിക്കാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നു അടുത്ത പോലീസിനെ ഇൻഫോം ചെയ്യാം, അവര് നടപടി എടുക്കേണ്ടതാണ്. അടുത്തതായി സാറ് പിന്നെ ഒരു കാര്യം എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ വിദഗ്ധ സമിതികളൊക്കെ വരുമ്പോൾ ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ നമ്മുടെ പ്രൈവറ്റ് ഡോക്ടേഴ്സിനെയും ഗവൺമെന്റ് ഡോക്ടേഴ്സിനെയും പൊതു ഹോമിയോപ്പതി ഡോക്ടേഴ്സിന്റെ എല്ലാ പ്രശ്നങ്ങളും അഡ്രസ് ചെയ്യുന്ന നാഷണൽ സംഘടനയാണ്. അപ്പം നമുക്ക് സംഘടനക്ക് അതില് ഏതെങ്കിലും തരത്തില് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ പിന്നെ കൊടുക്കാനുള്ള സാഹചര്യം ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ സാറൊന്ന് സൂചിപ്പിക്കുകയോ? എനിക്ക് അമെന്റ്മെന്റ് വരുന്ന സമയത്ത് അതെനിക്കുള്ള ചട്ടങ്ങളിലേക്കാൾ നല്ലത് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയിൽ ഇപ്പൊ IMAയുടെ പ്രതിനിധി, ഹോമിയോപ്പതിക് സംഘടനയുടെ പ്രതിനിധി, ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രതിനിധികൾ വരുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ അവിടെയാണ് ഈ പ്രോട്ടോകോളുകളൊക്കെ വരുന്നതൊക്കെ. അപ്പൊ അതെനിക്ക് ആക്ട് അമെന്റ് ചെയ്യണമെന്ന് നമ്മള് ആയുഷ് സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ആൾക്കാരെയും കൂടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ, ഒപ്പം ജില്ലാ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയോട് ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഒരു എക്സ്പെർട്ടൈസും സംഘടനാശേഷി എല്ലാം പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്.
അത് നല്ലതായിരിക്കും. കാരണം പ്രോട്ടോകോളിന്റെ ഡിസ്കഷനൊക്കെ വരുന്ന സമയത്ത് സംഘടനാ തലത്തിൽ അതിന്റെ ഒരു അഭിപ്രായം അവിടുത്തെ റെപ്രസെന്റേറ്റീവിന് അവിടെ അവതരിപ്പിക്കാൻ പറ്റും. താഴെ തലത്തിൽ ആ നല്ല രീതിയിൽ അത് ചർച്ച ചെയ്തിട്ട് നല്ല കാമ്പുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. അപ്പം ഡയറക്ടർ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്കും ഡയറക്ടർ എന്നുള്ള ആ പദവിയുടെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. ഡയറക്ടർ ചിലപ്പോൾ അത്രയും ആ കാര്യത്തിൽ സ്റ്റഡീഡ് ആയിരിക്കണം എന്നില്ല. പക്ഷെ സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നതെങ്കിൽ സംഘടനയിൽ ചർച്ച ചെയ്തിട്ട് കൃത്യമായിട്ട് റിഫൈൻ ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ട് വരാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നത് സംഘടന മെമ്മോറാണ്ടം കൊടുക്കുമ്പം ഈ ആയുഷ് സെക്രട്ടറിനെയൊക്കെ ഉൾപ്പെടുത്തുന്ന പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ബോർഡിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ ഈ പ്രോട്ടോകോൾ ഒക്കെ ആണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ആശയക്കുഴപ്പങ്ങളൊക്കെ വരാം. അതുകൊണ്ട് സംഘടനയുടെ പ്രതിനിധിയെയും കൂടെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവിനെയും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു നിർദ്ദേശമാണ്. ചട്ടങ്ങളിൽ അത് അത്രയും കയറി വരാൻ സാധനം നമുക്ക് ആക്ടിനെ മറികടന്ന് ചട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. ചില കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ വെക്കാം എന്നുള്ളതല്ലാതെ നമുക്ക് ആക്ടിനെ മറികടക്കാൻ പറ്റത്തില്ല, ആക്ടിന്റെ പ്രൊവിഷൻസിനെ. ഓക്കെ സർ. അതുപോലെ ലാസ്റ്റ് നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒഫീഷ്യൽ രീതി ഉണ്ടോ എന്നുള്ളത്. അതേതായാലും ചട്ടം വരുമ്പോൾ ഒഫീഷ്യലായിട്ട് വരും. നിലവിൽ ഓരോ ജില്ലകളിൽ പിന്നെ ഏതായാലും ചട്ടങ്ങൾ വരാത്തതുകൊണ്ട് അർജൻസി ഇല്ല. പക്ഷെ ഓരോ ജില്ലകളിൽ നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാന്നുള്ളതാണ് അല്ലെ? അതെ, എനിക്ക് തോന്നുന്നത് സാർ ഈ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റികൾ വരുമ്പോൾ തന്നെ 3 സിസ്റ്റമായിട്ട് നല്ലൊരു കോർഡിനേഷൻ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ തൃശ്ശൂരൊക്കെ ഞങ്ങള് ഇവിടെ ജില്ലാതലത്തിൽ നല്ല കോർഡിനേഷൻ ആണ്, 3 സിസ്റ്റമായിട്ട് ഭയങ്കര കോർഡിനേഷൻ ആണ്. കാരണം നമ്മളെല്ലാ പ്രവർത്തനങ്ങളും ഒന്നിച്ച് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനെ പറ്റി എല്ലാം. അപ്പൊ അത് അങ്ങനെ ഒന്നിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആർക്കും ഇവിടെ ഇപ്പൊ താഴെ മുതൽ മോള് വരെ 3 സിസ്റ്റം ഒന്നിച്ച് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ താഴെ മുതൽ മോള് ഒരു നല്ലൊരു കോർഡിനേഷൻ ഉള്ള ഒരു അവസരം കൂടി ഇതിനകത്ത് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതെ, അത് എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ഒരു ഔദ്യോഗിക കമ്മിറ്റിയിൽ, ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയിൽ 3 സിസ്റ്റത്തിന്റെ പ്രതിനിധികൾ ഒരേ രീതിയിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴത്തെ സ്വാഭാവികമായിട്ടൊരു ഇന്റഗ്രേഷൻ വരും അവിടെ. അതെ, അത് സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. കാരണം ഞാനിപ്പോ മീറ്റിംഗിൽ പങ്കെടുത്താണ്. അപ്പൊ അതിനകത്ത് HIമാരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അവരെ നമ്മളെ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നല്ലതാണത്. 3 സിസ്റ്റത്തിന് നല്ലൊരു ഇന്റഗ്രേഷൻ ആവശ്യമാണ്. കാരണം ഈ 3 സിസ്റ്റത്തിന്റെ ലക്ഷ്യം ഒന്നാ, ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണമാണ്. അതിനകത്ത് ഈ രീതികൾക്ക് ചെറിയ മാറ്റമുള്ളൂ, അതെല്ലാം അപ്രൂവ്ഡ് ആയിട്ടുള്ള രീതികളാണല്ലോ, അല്ലാതെ വ്യാജ രീതികളൊന്നും അല്ലല്ലോ. അപ്പൊ അത് പബ്ലിക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്യട്ടെ. പക്ഷെ നമ്മൾ 3 പേരും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ ഒരു ഗുണം വെച്ചാൽ പബ്ലിക്കിന് അതിൻ്റെതായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാവും. നമുക്ക് പകർച്ചവ്യാധികൾ ഇല്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാവുന്ന കാര്യമാണ്. അതെ, പഴയ ആക്ട് നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എനിക്ക് തോന്നിയത്. കഴിഞ്ഞ കോവിഡ് സമയത്തൊന്നും ഇല്ലാത്ത തരത്തിലാണ് ഇപ്പോൾ അത് ആക്ട് വന്നിട്ടുള്ളത്. അതെ, വളരെ നല്ല ഇതായിട്ട് വന്നേ. ഓക്കെ സാർ. അപ്പോ ഷമീം ഡോക്ടറെ, ഇനിയിപ്പോ പിന്നെ നമുക്ക് ഇതൊക്കെ ഒരുവിധം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സാറേ, എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ആരെങ്കിലും സാറിനെ സംശയങ്ങൾ അറിയിക്കുകയാണെങ്കിൽ എന്റെ നമ്പർ വാട്സപ്പ് നമ്പറാണ്. അതൊന്ന് സാറ് ഇങ്ങോട്ട് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സാറിനെ അറിയിക്കും. അതല്ല എന്റെ നമ്പർ നോട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് അയച്ചിട്ട് ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പൊ ഇരിക്കുന്നത് വാട്സപ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മറുപടി തരാൻ പറ്റും. അങ്ങനെ ചെയ്യാം. എന്റെ സ്ലൈഡിനകത്ത് നമ്പർ കിടപ്പുണ്ട്. എന്റെ സ്ലൈഡിനകത്ത് എന്റെ നമ്പർ കിടപ്പുണ്ട്, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വേണമെന്ന് പറയാം. 944 76 ഇതിനകത്തുണ്ട്, നമ്പർ ഉണ്ട്. ഷമീം ഡോക്ടറെ, ഇന്ന് നമ്മൾ 8 മണി മുതൽ ഒരു വലിയ സമയം നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് പലതരത്തിലുള്ള ആശങ്കയായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇത് വളരെ ഈ നിയമം നമുക്ക് തരുന്നത് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഓരോരുത്തരും, അതുപോലെ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയിൽ വരുന്ന മെഡിക്കൽ ഓഫീസർമാർ പ്രത്യേകിച്ചും, അതുപോലുള്ള പ്രൈവറ്റ് മേഖലയിലുള്ള ഡോക്ടർമാരും, ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് നമ്മുടെ സ്റ്റേറ്റിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് കൂടി ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സിസ്റ്റവും ഒരുമയായി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ആക്ട് മുഖേന ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ കാര്യങ്ങൾ നീങ്ങുമെന്ന് പ്രത്യാശിക്കാം. അതുപോലെ ചേഞ്ചസ് നമ്മൾ നിർബന്ധമായും നമ്മുടെ ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ
അമെൻമെന്റിന് വേണ്ട കാര്യങ്ങളും ഇതിന്റെ തുടർ പ്രക്രിയകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തുടർ പ്രക്രിയകളിലും ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ ഇടപെടുന്നതാണ്. അതുപോലെ ഇത്രയും നേരം നമ്മളോട് വളരെ വിശദമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും അതേപോലെ അതിൽ എല്ലാ സംശയങ്ങൾക്കും വളരെ കൃത്യമായി ഉത്തരം നൽകുകയും നമ്മുടെ ഡോക്ടർമാരുടെ നൽകിയ മികച്ച സജഷൻസ് ഇനി വരുന്ന പബ്ലിക് ഹെൽത്ത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാമെന്നും നമ്മുടെ PK രാജു സാർ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തുവന്ന അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് എൻ്റെ സ്വന്തം പേരിലും അതുപോലെ ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ചാപ്റ്ററിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു.